പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൻ്റെ നാടക ജീവിതത്തെ വളരെ സർഗാത്മകമായൊരു രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റിയ ഒരാളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. 4 ദിവസങ്ങളായി വ്യത്യസ്ത പരിപാടികളിലൂടെ പലതരം ആലോചനകളും ആവിഷ്കാരങ്ങളും ഒക്കെയായി ശാന്തനെ ഓർക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഏറെ പേരും എന്നെക്കാളൊക്കെ വളരെ കൂടുതൽ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങളോട് പല നിലകളിൽ ബന്ധപ്പെട്ടവരും ആയിരിക്കും. വ്യക്തിപരമായി ഏറെ സൗഹൃദമോ പരിചയമോ എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നില്ല. ദൂരെ നിന്ന് കണ്ട പരിചയവും ചില നാടകങ്ങൾ കണ്ട പരിചയവും മാത്രമാണ് ശാന്തനുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സർഗാത്മക ജീവിതത്തിൻ്റെ ഒരു പൂർത്തിയിൽ വച്ചല്ല അദ്ദേഹം വിട പറഞ്ഞു പോയത്. ഉടനെ പാതിയിൽ നിലച്ചുപോയ ഒരു പാട്ടുപോലെ നമ്മുടെ ജീവിത പരിസരത്ത് നിന്ന് പിൻവാങ്ങിയ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ കൂടുതൽ സർഗാത്മകമായും അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ സാമൂഹിക വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ ജനകീയമായും വ്യാപിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയ ധർമ്മമാണ് ഈ അനുസ്മരണ സമ്മേളനത്തിന് ഉള്ളത്. ഇതിനായി പരിശ്രമിച്ച പുരോഗമന കലാസാഹിത്യ സംഘത്തെയും അതിൻ്റെ പ്രവർത്തകരെയുമൊക്കെ ഞാൻ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് ഈ സ്മാരക പ്രഭാഷണം എന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് വളരെ കൂടുതൽ കേട്ടറിവുള്ള ഒരു പ്രമേയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ എന്നോട് ഗുലാബും സുഹൃത്തുക്കളും നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഹിന്ദുത്വത്തിൻ്റെ ചരിത്രത്തിൽ ഹിന്ദുത്വം നടത്തുന്ന പുനർനിർമ്മാണ ശ്രമങ്ങളെക്കുറിച്ച്, വളച്ചൊടിക്കലുകളെക്കുറിച്ച് ഒക്കെയാണ്. നമ്മൾ ധാരാളമായി കേട്ടുവരുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന് 2 തലങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ചരിത്രത്തെ ഹിന്ദുത്വം പുനർനിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രകടമായി നാം മനസ്സിലാക്കുന്ന ചില തലങ്ങളുണ്ട്. ഒട്ടും തന്നെ പ്രകടമല്ലാത്തതും ഒരുപക്ഷെ നമ്മുടെയൊക്കെ അവബോധത്തെ ആഴത്തിൽ വർഗീയവൽക്കരിക്കുന്നതുമായ മറ്റൊരു തലവും ഉണ്ട്. മിക്കവാറും ചരിത്രത്തിൽ ഹിന്ദുത്വം നടത്തുന്ന ഇടപെടലുകൾക്കെതിരായ പ്രതിരോധങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇതിലെ ആദ്യത്തെ തലത്തെ മാത്രം സ്പർശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം എങ്ങനെയാണ് ചരിത്രത്തെ അവരുടെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റുന്നത് എന്ന കാര്യം പലപ്പോഴും വേണ്ട അളവിൽ തിരിച്ചറിയപ്പെടാതെ പോവുകയും അതിനെതിരായ പ്രതിരോധങ്ങൾക്ക് പലപ്പോഴും ബലം കുറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യക്ഷമായി കാണുന്ന വർഗീയവൽക്കരണത്തിൻ്റെ യുക്തികളെ മാത്രം പിന്തുടരാതെ വളരെ സൂക്ഷ്മതലത്തിലുള്ള ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണം എങ്ങനെയാണ് ഇന്ത്യാ ചരിത്രത്തിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ചരിത്രത്തെ തങ്ങളുടെ പ്രത്യയശാസ്ത്രമാക്കി അവർ മാറ്റുന്നത് എന്ന ആലോചന വളരെ വ്യാപകമായി നടത്തേണ്ടതും ഒരുപക്ഷെ നമ്മുടെ പൊതുബോധത്തിലേക്ക് കൂടുതൽ കടത്തിക്കൊണ്ടുവരേണ്ടതും ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആവശ്യങ്ങളിലൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു. കൗതുകമുള്ളൊരു പ്രസ്താവന 1984 ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഒരിടത്ത് നടത്തുന്നുണ്ട്. 1984 നിങ്ങൾക്കറിയാം, വർഗീയ രാഷ്ട്രീയത്തിന് വലിയ ശക്തിയൊന്നുമില്ലാത്ത കാലമാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ മാത്രം BJP ജയിച്ച ഒരു കാലമാണത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം പുറത്തു വരുന്നത്. ആ ഗ്രന്ഥത്തിൽ 2 ഇടങ്ങളിലായി വളരെ സവിശേഷമായ 2 നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിലൊന്നാമത്തേത്
ഇന്ത്യയിലെ വർഗീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനം അത് ഇന്ത്യ ചരിത്രം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരധ്യായത്തിൽ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിലൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം, ഇന്ത്യയിലെ ക്ലാസ് മുറികളിലും വിദ്യാലയങ്ങളിലുമെല്ലാം ഇന്ത്യ ചരിത്രം എത്രത്തോളം കൂടുതലായി പഠിപ്പിക്കപ്പെടുന്നുണ്ടോ അത്രത്തോളം കൂടുതലായി ഇന്ത്യ വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു. ഇത് ഇന്ത്യയിൽ ഏറ്റവും പ്രാമാണികനായ ഒരു ചരിത്രകാരൻ നടത്തിയ നിരീക്ഷണമാണ്. ഈ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ ചരിത്രത്വവും ഹിന്ദുത്വവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ കാതൽ കിടക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഹിന്ദുത്വത്തിൻ്റെ ചരിത്ര അപനിർമ്മിതികൾ, പുനർനിർമ്മിതികൾ എന്നതിൽ ആദ്യം പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ സമീപകാലത്ത് പറഞ്ഞ കുത്തബ് മീനാർ എന്താ പറയുക, ഭീമൻ്റെ ഗദയാണെന്നോ താജ്മഹൽ തേജോ മഹാലയമാണെന്നോ ഒക്കെ പോലുള്ള ഒറ്റ കേൾവിക്ക് തന്നെ അസംബന്ധമാണ് എന്ന് നമുക്ക് കണക്കാക്കാവുന്ന ഒരാൾക്കൂട്ടഭ്രാന്തിനെ ഒരുപക്ഷെ രസിപ്പിക്കാം എന്നല്ലാതെ വസ്തുനിഷ്ഠമായ യുക്തിബോധമുള്ള ഒരു പരിശോധനയിലും നിലനിൽക്കാത്ത തരത്തിലുള്ള വാദങ്ങൾ ഹിന്ദുത്വ ശക്തികൾ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. അത് ഭാരത ഭൂഖണ്ഡത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളാകാം, ഭാരതവർഷം മുതലായ ആശയങ്ങളാകാം. അതൊക്കെ അങ്ങനെ പല രൂപത്തിൽ വന്നു പോകുന്നുണ്ട്. അതിനെ ധാരാളമായി നമ്മൾ പല രൂപത്തിൽ വിമർശിക്കാറുമുണ്ട്, വിമർശിക്കേണ്ടതുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുത്വം ഇന്ത്യാ ചരിത്രത്തെ സ്വാംശീകരിക്കുന്നതോ തങ്ങളുടെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റുന്നതോ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളെ മുൻനിർത്തിയല്ല. അത് അതിൻ്റെ ഏറ്റവും ഉപരിതലത്തിലെ ചില ആവിഷ്കാരങ്ങളാണ്. അതിനേക്കാളൊക്കെ വളരെ ആഴത്തിൽ വേരുള്ളതാണ് ഇന്ത്യാ ചരിത്രത്തിലെ ഹിന്ദുത്വത്തിൻ്റെ ഇടപെടൽ എന്നത്. അതെങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയും ഈ പ്രത്യക്ഷമായ ചില അസംബന്ധങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ തന്നെ സാമൂഹ്യ ചരിത്രാവബോധത്തെ പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ വാസ്തവത്തിൽ വർഗീയതയുടെ പിടിയിൽ നിന്ന് നമുക്ക് സമൂഹത്തെയോ നമ്മെ തന്നെയോ മോചിപ്പിക്കാൻ കഴിയില്ല. പണ്ട് ഞങ്ങളുടെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന പണിക്കർ മാഷ് സംഭാഷണ മധ്യേ പറയുമായിരുന്നൊരാശയമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ജാഥ നടത്തി വർഗീയതയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് അദ്ദേഹം പറയുന്ന കാര്യം, ജാഥയിലും വേണ്ടത്ര വർഗീയവാദികൾ ഉണ്ടാവുന്നതാണ്. അത് വർഗീയവാദികളെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അവർ വർഗീയവാദികളായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് വച്ച് പുലർത്തുന്ന ധാരണകളിൽ വർഗീയതയുടെ പ്രത്യയശാസ്ത്രപരമായൊരു ഉള്ളടക്കമുണ്ട് എന്നുള്ളതുകൊണ്ട്. ഇത് തിരിച്ചറിയാനോ ചെറുക്കാനോ വാസ്തവത്തിൽ നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. സമീപകാലത്ത് ഇന്ത്യയിലെ വലിയ ചരിത്ര പണ്ഡിതയായ റോമില ഥാപ്പറുമായി വളരെ പ്രധാനപ്പെട്ട ചരിത്രകാരനായ രൺബീർ ചക്രവർത്തി ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. അതിൽ അവർ ധാപ്പറോട് രൺബീർ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ചരിത്രവിജ്ഞാനം നേടിയ വളർച്ചയിൽ തൃപ്തയാണോ? അപ്പോൾ ധാപ്പർ പറഞ്ഞ വളരെ മർമ്മസ്പർശിയായ ഉത്തരം, ചരിത്രവിജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ ഞാൻ പൊതുവിൽ തൃപ്തയാണ്. സർവകലാശാലകളിലും അക്കാഡമികളിലുമൊക്കെ ആയിട്ട് താരതമ്യേന വളരെ ശാസ്ത്രീയതയും കൃത്യതയുമുള്ള ചരിത്രം ഇന്ത്യയിൽ വികസിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചരിത്രധാരണകളെ പൊതുബോധത്തിലേക്ക്, സാമൂഹ്യ അവബോധത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ വികസിച്ചു വന്ന ഇന്ത്യാ ചരിത്ര ധാരണകൾ, അതിനെ കഴിഞ്ഞ ഒരു 10-50 വർഷത്തിനിടയിൽ വലിയ തോതിൽ തിരുത്താനും അതിലെ അസംബന്ധങ്ങൾ തുറന്നു കാണിക്കാനും അക്കാദമികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സാമൂഹ്യ അവബോധത്തിലേക്ക് ആ തിരുത്തലുകൾ ഒന്നും തന്നെ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് 1.5 നൂറ്റാണ്ട് മുമ്പ് കോളനി വാഴ്ചയുടെ ഘട്ടം മുതൽ രൂപപ്പെട്ടു വന്ന ചരിത്രധാരണകൾ ഇന്നും വലിയ മാറ്റമൊന്നും കൂടാതെ നമ്മുടെ പൊതുബോധത്തിൽ തുടരുന്നു. അവരുണ്ടാക്കിയ ഫ്രെയിംവർക്കുകൾ, അവരുണ്ടാക്കിയ വിചാര മാതൃകകൾ, അവരുണ്ടാക്കിയ അടിസ്ഥാന സങ്കല്പനങ്ങൾ, ഇതൊന്നും കാര്യമായൊരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുന്നു. ഞാൻ കൗതുകമുള്ളൊരു ഉദാഹരണം മാത്രം പറയാം. സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിച്ച് തകർത്തതാണ്. അതൊരു മതവിദ്വേഷത്തിൻ്റെ പുറത്ത് നടത്തിയ ആക്രമണമാണ്
എന്ന ഒരു നിരീക്ഷണം ഒരു സാന്ദർഭിക പരാമർശം പോലെ ആദ്യം അവതരിപ്പിക്കുന്നത് അലക്സാണ്ടർ ഡോവ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. 18-ാം നൂറ്റാണ്ടിൽ 1758-60 കാലത്താണ് ആ പുസ്തകം വരുന്നത്. ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ ഒരു കൊളോണിയൽ ചരിത്ര പണ്ഡിതനായിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഈ ഒരു കാഷ്വൽ കമൻറ്റ് പിന്നെ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വേർഡ് ഗിബ്ബൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നു, ജെയിംസ് മില്ലിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നു, ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിലൊക്കെ ആവർത്തിക്കപ്പെട്ടു. ഇങ്ങനെ പല നിലകളിൽ ആവർത്തിച്ച് ഒരു കൊളോണിയൽ ചരിത്രകാരൻ്റെ സാന്ദർഭികമായൊരു പരാമർശം ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മർമ്മസ്പർശിയായ പ്രശ്നമായി തീർന്നു. മധ്യകാലത്ത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നടത്തിയ അധിനിവേശത്തിൻ്റെ കടന്നാക്രമണത്തിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമായിട്ട് സോമനാഥം പരിഗണിക്കപ്പെടാൻ തുടങ്ങി. സോമനാഥം പുനർനിർമ്മിക്കുക എന്നത് ദേശീയമായ അഭിമാനത്തിൻ്റെ ഒരടയാളമായി തീർന്നു. ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്രപ്രസാദ് തന്നെ സോമനാഥ പുനർനിർമ്മാണത്തിന് വേണ്ടി രംഗത്തിറങ്ങാൻ മുതിരുകയും നെഹ്റുവിനെ പോലെ ഒരാൾക്ക് അത് തടയുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷം വരെ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായി. സോമനാഥത്തെക്കുറിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും പരിശോധിച്ച് റോമില ഥാപ്പർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി. സോമനാഥ മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, തദ്ദേശീയമായ പ്രമാണങ്ങൾ, ഗുജറാത്തി റെക്കോർഡുകൾ, സംസ്കൃതത്തിലുള്ള റെക്കോർഡുകൾ, ഹിന്ദിയിലുള്ള ഇന്ത്യൻ ഭാഷകളിലോ ഉള്ള പ്രമാണങ്ങൾ, ഇതിലൊന്നും തന്നെ മതവർഗീയമായ മതഭ്രാന്തമായ ഒരാക്രമണം എന്ന നിലയിൽ സോമനാഥം പരാമർശിക്കപ്പെടുന്നില്ല. മറിച്ച് ടർക്കിഷ് റെക്കോർഡുകളിൽ മാത്രമാണ്, അതായത് ഗസ്നിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ടർക്കിഷ് റെക്കോർഡുകളിൽ മാത്രമാണ് സോമനാഥ ആക്രമണത്തെ ഒരു മതപരമായ വിശദീകരണം നൽകിക്കൊണ്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അധിനിവേശകൻ, ഒരു പടയോട്ടക്കാരൻ, ഒരു അക്രമകാരി തൻ്റെ ആക്രമണത്തിന് നൽകിയ ഒരു സാന്ദർഭികമായ ന്യായീകരണത്തെ അതിൽ നിന്ന് ഊരിയെടുത്ത് തദ്ദേശീയമായ മറ്റെല്ലാ പ്രമാണങ്ങൾക്കും മുകളിൽ ആ ഒരു പ്രമാണത്തെ പ്രതിഷ്ഠിക്കുകയും ഇസ്ലാമിനെതിരായിട്ടുള്ള യൂറോപ്പിൻ്റെ മധ്യകാലത്തിന് ശേഷമുള്ള, നവോത്ഥാനത്തിന് ശേഷമുള്ള ഇസ്ലാമിനെതിരായിട്ടുള്ള യൂറോപ്പിൻ്റെ കാഴ്ചവട്ടത്തിനിണങ്ങുന്ന മട്ടിൽ ഇസ്ലാം ഒരു ഫനാറ്റിക്കായ മതഭ്രാന്തമായ സമൂഹമാണ് മുസ്ലിങ്ങളുടേതും ഇസ്ലാമിൻ്റേതുമെന്ന നവോത്ഥാനത്തിന് പിന്നാലെ വന്ന യൂറോപ്പിൻ്റെ കാഴ്ചവട്ടത്തിനിണങ്ങുന്ന മട്ടിൽ അലക്സാണ്ടർ ഡോവ് രൂപപ്പെടുത്തിയ ഒരു കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യ ചരിത്രത്തിലെ അടിസ്ഥാന വിഷയമാണ്. ഇന്ന് ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച്, മധ്യകാല ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കുള്ള അടിസ്ഥാന വീക്ഷണം, മധ്യകാല ഇന്ത്യ അധിനിവേശത്തിൻ്റെ ഇന്ത്യയാണെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പറയുന്നു എന്നാണ് അധിനിവേശം ആരംഭിച്ചത്? അത് ഗാമ വന്ന സമയത്തല്ല, അത് പ്ലാസി യുദ്ധം വഴി അധികാരം അവർ പിടിച്ചടക്കിയ സമയത്തല്ല, അത് 12-ാം നൂറ്റാണ്ടിൽ, അത് എന്താ പറയുക, ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനകാലം മുതൽ ഇന്ത്യ അധിനിവേശത്തിലാണ്. അതുകൊണ്ട് പുനഃസ്ഥാപിക്കേണ്ട പാരമ്പര്യം ഏതാണ്? ഡൽഹി സുൽത്താനേറ്റിന് മുമ്പുള്ള ഇന്ത്യയാണ്. ബ്രിട്ടീഷ് അധിനിവേശമല്ല, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവല്ല, കൊളോണിയൽ ശക്തികളുടെ കടന്നാക്രമണമല്ല, മറിച്ച് ദില്ലി സുൽത്താനേറ്റിൻ്റെ കാലം മുതൽ അധിനിവേശത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് പഴയ ലോകത്തെ, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ 1991 കോടതി വിധിയും നിയമനിർമ്മാണവും വന്നത് 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിൽ മാറ്റം വരുത്തിക്കൂടാ എന്ന്, ബാബറി മസ്ജിദ് ഒഴികെ എന്നാണ് അന്നത്തെ വിധി വന്നത്. ആ വിധി നിലനിൽക്കെ തന്നെയാണ് ഓരോ പള്ളിയിലും പോയിട്ട് ഇത് ദേവാലയമാണ് എന്ന് വാദിക്കുകയും തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും കോടതിയിൽ കേസ് കൊടുക്കുകയും ഈ നിയമം നിലനിൽക്കെ തന്നെ കോടതികൾ കേസ് സ്വീകരിക്കുകയും സർവേ നടത്താൻ ഉത്തരവിടുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഓരോ ഉത്തരവും നിയമവിരുദ്ധമാണ്. കാരണം 47 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ദേവാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിൽ ഒരു മാറ്റവും വരുത്തിക്കൂടാ എന്ന വ്യവസ്ഥാപിതമായ കാര്യം നിലനിൽക്കുന്നുണ്ട്. അയോധ്യ വിധിയിലടക്കം അത് വീണ്ടും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കെ തന്നെ വീണ്ടും ഇത് സംഭവിക്കുന്നു. അവിടെ ഉന്നയിക്കപ്പെടുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാചീന ഭാരതത്തിൻ്റെ മഹിമയെ പുനഃസ്ഥാപിക്കണം, അധിനിവേശം ഉണ്ടാക്കിയ പാറ്റേണുകളെ തകർക്കണം, ക്രമങ്ങളെ തകർക്കണം എന്നാണ് അധിനിവേശം തുടങ്ങുന്നത്. അധിനിവേശം 12-ാം നൂറ്റാണ്ടാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വാദഗതികൾക്ക് ആധാരമായ ഒരു ചരിത്ര വിചാര രീതി
വാസ്തവത്തിൽ വർഗീയ ശക്തികൾ മാത്രമായി ഉണ്ടാക്കിയെടുത്തതല്ല. അതിന് ഇന്ത്യയുടെ ആധുനിക ചരിത്രവുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഹിന്ദുത്വത്തിൻ്റെ ചരിത്ര പുനർനിർമ്മാണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് താജ്മഹൽ തേജോമഹാലയാണ് എന്നതുപോലുള്ള പുറമേ ഒറ്റ നോട്ടത്തിൽ അസംബന്ധമെന്ന് തള്ളിക്കളയാവുന്ന യുക്തികളിൽ അല്ല അതിൻ്റെ വേര് എന്നും അത് വാസ്തവത്തിൽ നാം ആർജിച്ച ആധുനിക ചരിത്രബോധത്തോട് ബന്ധപ്പെട്ടതാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അനേകം മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഞാനതിൻ്റെ ഒരു രൂപരേഖ മാത്രം അവതരിപ്പിക്കാനേ ഇവിടെ മുതിരുന്നുള്ളൂ. വിശദാംശങ്ങളൊക്കെ പറയണം, പിന്നീട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സവിശേഷ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പം ഇന്ത്യയെക്കുറിച്ച് യൂറോപ്യന്മാരുണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരാരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചരിത്രമില്ല, ഇന്ത്യക്കാർ ചരിത്രബോധമില്ലാത്തവരാണ് എന്ന വലിയ ആരോപണം ഉണ്ടാക്കിയിരുന്നു. ഈ ആരോപണം അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രം എഴുതല. അതുകൊണ്ടാണ് അന്നൊരു ഫലിതം തന്നെയുണ്ട്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ദേശീയ നേതാവ് 6 മാസം ജയിലിൽ കിടന്ന ഒരു പുസ്തകം ഉറപ്പാണെന്നാണ്. കാരണം ഒരു ചരിത്ര പുസ്തകമായിട്ടാണ് വരിക. കാരണം ഇന്ത്യയുടെ ചരിത്രം എഴുതിയുണ്ടാക്കുക എന്നുള്ളതൊരു നാഷണൽ ചലഞ്ചായിട്ട് എടുക്കുന്നു. ധാരാളം പുസ്തകങ്ങൾ അങ്ങനെ എഴുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മുടെ വ്യത്യസ്ത വീക്ഷണങ്ങളിലുള്ളവർ അഭിസംബോധന ചെയ്തത്? 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇടപെടുന്ന 3 സുപ്രധാന വിഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് കോളനി ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇവിടെ വന്ന ചരിത്ര പണ്ഡിതന്മാർ, അല്ലെങ്കിൽ കൊളോണിയൽ ചരിത്ര വിജ്ഞാനത്തിൻ്റെ പ്രതിനിധികൾ, യൂറോപ്പിലും ഇന്ത്യയിലും ഒക്കെയുള്ള ആളുകൾ. 2, 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയുടെ ഭൂതകാലത്തെ വളരെ ആദർശാത്മകമായിട്ട് നോക്കിക്കാണാൻ ശ്രമിക്കുന്ന, അതിനെ വളരെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന പൗരസ്ത്യവാദികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. 3-മത്തെ ഒരു കൂട്ടർ ദേശീയവാദികൾ എന്ന് വിളിച്ച പിൽക്കാലത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊക്കെ ചേർന്ന് വന്ന ആളുകളാണ് 3-മത്തെ ഒരു കൂട്ടർ. ഈ 3 കൂട്ടരും ഈ പ്രശ്നത്തെ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നാലോചിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാവും. ഇപ്പോൾ ഇമ്പീരിയലിസ്റ്റുകളെ സംബന്ധിച്ച് അത് ജെയിംസ് മില്ലിനെ പോലുള്ള ആളുകളോ മെക്കാളയെ പോലുള്ള ആളുകളോ ചാൾസ് ഗ്രാൻറ്റിനെ പോലുള്ള ആളുകളോ ഒക്കെ ധാരാളം പേർ അക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞത് പൊതുവിൽ പറഞ്ഞാൽ ചരിത്രബോധമില്ലാത്ത ജനതയാണ് ഇന്ത്യ. അതുകൊണ്ട് മിത്തുകളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളുമൊക്കെയാണ് ഇന്ത്യ ചരിത്രമായി കൊണ്ട് നടക്കുന്നത്. ഇന്ത്യൻ ജനതയുടെ സാമാന്യമായ ചരിത്രശൂന്യതയെ തെളിയിക്കുന്ന ഒന്നാണ് ഇന്ത്യക്ക് ചരിത്രം എഴുതാൻ പറ്റിയില്ല എന്ന കാര്യം. അതുകൊണ്ട് അതവർ അവതരിപ്പിക്കുന്ന വെച്ചാൽ ചരിത്രബോധം എന്നതൊരു ജനതയുടെ യുക്തിബോധത്തിൻ്റെ തെളിവാണ്. ഭൂതകാലത്തെ യുക്തിസഹമായി ക്രമീകരിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു ജനതയുടെ ശേഷിയാണ് അവരുടെ ചരിത്രവിജ്ഞാനമായി തീരുന്നത്. അങ്ങനെ ഒരു ശേഷി ഇന്ത്യക്കില്ല എന്നതിൻ്റെ അർത്ഥം യുക്തിബോധത്തിലേക്കും ആധുനികമായ സാമൂഹ്യ ധാരണകളിലേക്കും വളരാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാഭാവികമായ പിന്നോക്കാവസ്ഥ, അധമത്വത്തിൻ്റെ തെളിവായിട്ടാണ് ഈ യൂറോപ്യൻ പണ്ഡിതന്മാർ പലരും ഇന്ത്യയിൽ ചരിത്രമില്ല എന്ന ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് സ്വാഭാവികമാണ് എന്നും അവർ കരുതി. കാരണം സ്വയമേവ സംസ്കാര സമ്പന്നമല്ലാത്ത ഇന്ത്യയെ സംസ്കാരത്തിലേക്കും വെളിച്ചത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം ബ്രിട്ടനുണ്ട്. അന്നങ്ങനെ അവർ ജെയിംസ് മില്ല് വഴി വികസിച്ച് വന്നൊരു സങ്കല്പനം തന്നെയുണ്ട്. വൈറ്റ് മാൻസ് ബർഡൻ എന്നാണ്, വെളുത്തവരുടെ ഭാരം. ഇന്ത്യയെ സംസ്കാരത്തിലേക്കും വെളിച്ചത്തിലേക്കും ഒക്കെ നയിക്കുക എന്നുള്ളത് വെളുത്തവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. പ്രയാസമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഭരിക്കുന്നു എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം. അങ്ങനെ ഒരു വാദമൊക്കെ വന്നു. മറ്റൊരു വീക്ഷണഗതി പൗരസ്ത്യവാദികളുടെയാണ്. പൗരസ്ത്യവാദികൾ എന്ന് പറയുന്നത് 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വ്യവസായവൽക്കരണത്തിൻ്റെ സന്ദർഭത്തിൽ അതിനോടുള്ള ഒരു വിപ്രതിപത്തി എല്ലാം കൊണ്ട് കിഴക്കിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുകയും കിഴക്കിൻ്റെ നാഗരികത, സംസ്കാരം, പാരമ്പര്യം, മതം, ദൈവഭാവന ഇതിനെയൊക്കെ വളരെ സവിശേഷമായ നിലയിൽ ആദർശവൽക്കരിക്കുകയും അതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കൂട്ടം പണ്ഡിതന്മാരെയാണ് നമ്മൾ പൗരസ്ത്യവാദികൾ എന്ന് വിളിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് നിങ്ങൾക്കൊരു പക്ഷേ പരിചയം ഉണ്ടാവും. മാക്സ് മുള്ളറാണ്. മാക്സ് മുള്ളർ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ
സംസ്കൃത വിഭാഗത്തിൻ്റെ പ്രൊഫസറായിരുന്നു. വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. ഋഗ്വേദമൊക്കെ വിവർത്തനം ചെയ്ത ആളാണ്. സംസ്കൃതത്തോട് അപാരമായ സ്നേഹമുള്ള ഒരാളാണ്. സംസ്കൃതത്തോടുള്ള സ്നേഹം മൂപ്പര് സ്വന്തം പേര് തന്നെ സംസ്കൃതത്തിലാക്കിയ ഒരാളാണ്. മാക്സ് മുള്ളർ എന്നുള്ളതിന് പകരം മോക്ഷമൂലൻ എന്നാക്കിയ ആളാണ്. അങ്ങനെയൊക്കെ ഒരു കൗതുകമൊക്കെ ഉള്ള ഒരാളാണ്. നമുക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ അതായിരിക്കും നല്ലത്. മോക്ഷമൂലൻ എന്ന പേരൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ ചരിത്രശൂന്യതയ്ക്ക് ഒരു അഭാവം, ഈ ചരിത്രശൂന്യതയെ വിശദീകരിച്ചത് മറ്റൊരു നിലയിലാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ജനതയുടെ താല്പര്യം ഈ ഭൗതികമായ രാഷ്ട്രീയ പ്രക്രിയകളിലോ ഭരണാധികാരികളുടെ പതനാഭ്യുദയങ്ങളിലോ ഒന്നുമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിനൊക്കെ അപ്പുറം അതിഭൗതികമായ ശാശ്വതമായ മൂല്യങ്ങളിൽ അഭിരമിച്ച മനസ്സാണ് ഇന്ത്യക്കാരുടേത്. അതുകൊണ്ട് അവർ ചരിത്രം എന്ന് പറയുന്ന ഈ ദൈനംദിന പ്രക്രിയയിൽ വലിയ താല്പര്യമൊന്നും ഇന്ത്യക്കാർക്കുണ്ടായിരുന്നില്ല. അവർ മറ്റൊരു വീക്ഷണത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ചരിത്രശൂന്യത വന്നത് എന്നാണ് പൗരസ്ത്യവാദികൾ പൊതുവെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കാഴ്ചപ്പാട്. ഏറിയും കുറഞ്ഞും അവർ ഇന്ത്യക്ക് മേൽ ചാർത്തിക്കൊടുത്ത ഒരു ആത്മീയ ഭാവനയുടെ തുടർച്ചയായിട്ടാണ് ഇതും. പൗരസ്ത്യവാദികളാണ് ഇന്ത്യക്ക് മുകളിൽ വലിയ ഒരു സ്പിരിച്വൽ ബർഡൻ ഉണ്ടാക്കി കൊടുത്തത്. ഇന്ന് നമുക്ക് അഴിച്ചു കളയാൻ പറ്റിയിട്ടില്ലാത്ത മതപരവും ആത്മീയവുമായ ഒരു ഭൂതകാല ഭാവന ഇന്ത്യയിൽ പ്രബലമാകുന്നത് പൗരസ്ത്യവാദികളുടെ ഇടപെടൽ വഴിയാണ്. മാക്സ് മുള്ളറൊക്കെ അതിൽ വലിയ സംഭാവന ചെയ്ത ആളാണ്. മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഭാഗമായി വികസിച്ചു വന്ന ഇന്ത്യയിലെ തദ്ദേശീയ ചരിത്രകാരന്മാരാണ്. ഈ തദ്ദേശീയ ചരിത്രകാരന്മാർ ഈ പ്രശ്നത്തെ വിശദീകരിക്കുന്നത് രണ്ട് കാഴ്ചപ്പാടുകളെ കൂട്ടിയിണക്കിയിട്ടാണ്. അതിൽ വളരെ കൗതുകമുള്ള ഒരു വിശദീകരണം ഉണ്ടായത് സുരേന്ദ്രനാഥ ബാനർജി എന്നു പേരായിട്ടുള്ള ഒരു ചരിത്ര പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഇന്ത്യയിൽ ധാരാളം ചരിത്രഗ്രന്ഥങ്ങൾ ഭൂതകാലത്തുണ്ടായിരുന്നു. ചരിത്രബോധം വളരെ ആഴത്തിലുള്ള ഒരു ജനതയായിരുന്നു ഇന്ത്യക്കാരുടേത്. പക്ഷേ മധ്യകാലത്ത് ഇസ്ലാമിക ആക്രമണങ്ങളിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്തത് എന്നാണ്. ഇങ്ങനെ, അതായത് ഇന്ത്യക്ക് ചരിത്രമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ചരിത്ര ശൂന്യത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശത്തിൻ്റെ ഫലമാണ് എന്ന യുക്തിയാണ് ഞാനീ പറഞ്ഞ ചരിത്ര പണ്ഡിതന്മാരൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രിയാനാഥ് മുഖോപാധ്യായ എന്ന് പറയുന്ന ചരിത്രകാരനും ഒക്കെ ഇത്തരം വീക്ഷണങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് കാണാൻ പറ്റും. വാസ്തവത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഈ കോളനി ചരിത്രകാരന്മാർ രൂപപ്പെടുത്തിയ ഇന്ത്യയെക്കുറിച്ചുള്ള മതപരമായ ചില വീക്ഷണങ്ങളെയും പൗരസ്ത്യവാദികൾ ഇന്ത്യയുടെ ഭൂതകാലത്തിന് മുകളിൽ ചേർത്ത് വച്ച ഈ മതാത്മകവും ആത്മീയവുമായ പരിവേഷത്തെയും തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ട് അതിന് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനുമാണ് ദേശീയവാദ ചരിത്രം പൊതുവെ ശ്രമിച്ചത്. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ദേശീയവാദ ചരിത്രത്തിൻ്റെ വീക്ഷണഗതികളാണ് ഏറിയും കുറഞ്ഞും നമ്മുടെ സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെട്ടത്, നമ്മുടെ ക്ലാസ് മുറികളിൽ വന്നത്, നമ്മുടെ ഭൂതകാല ധാരണയായി മിക്കവാറും മാറിത്തീർന്നതും. ഇപ്പോഴും അത് കാര്യമായി തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇത് വളരെ കൂടുതൽ വരികയാണ്. ഞാനിതിൻ്റെ മറ്റ് ചില വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കാം. ഇപ്പം ഇന്ത്യയുടെ ആധുനിക ചരിത്രം ആദ്യം ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ആധുനിക അർത്ഥത്തിൽ ഇന്ത്യക്കാർ ചരിത്രം എഴുതാൻ തുടങ്ങുന്നത് ഒരു പൂർണ്ണ ഗ്രന്ഥമായിട്ട് കാണുന്നത് ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള ജെയിംസ് മില്ല് 1817 എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. കൊളോണിയൽ ചരിത്രരചന 18-ാം നൂറ്റാണ്ട് അവസാനം മുതൽ തുടങ്ങുന്നുണ്ട്. കാരണം ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ ഇന്ത്യയെ അറിയണം എന്നത് ഒരു പ്രശ്നമായി തീർന്നു. അതുകൊണ്ട് ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള നാനാതരം പരിശ്രമങ്ങൾ കൊളോണിയൽ പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂതകാലത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ 2-3 രൂപത്തിലാണ്. ഒന്ന്, ഇന്ത്യ എന്ന ഭൂപ്രദേശത്തിൻ്റെ പൊതുവായ ചരിത്രം എഴുതാൻ ശ്രമിക്കുക. മറ്റൊന്ന്, അലക്സാണ്ടർ ഡോവിനെ പോലുള്ള ആളുകൾ ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ്ഥാനൊക്കെ എഴുതുന്നത് പോലെ ഇതിൻ്റെ രാഷ്ട്രീയ ചരിത്രം പൊതുവെ എഴുതാൻ ശ്രമിക്കുക.
മൂന്നാമതൊരു രീതി ഗസറ്റിയറുകളും മറ്റും വഴി നമ്മുടെ വില്യം ലോഗനൊക്കെ മലബാർ മാനുവലിലൊക്കെ ചെയ്തതുപോലെ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഭൗതികമായ ഉപാധികളും ഉൽപ്പാദന വിശദാംശങ്ങളും ഒക്കെ സമാഹരിക്കുക. ഇങ്ങനെ പല രൂപത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ പഠിക്കാനും അത് നൽകുന്ന അറിവുകളെ തങ്ങളുടെ ഭരണനിർവഹണത്തിന് ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങൾ 18-ാം നൂറ്റാണ്ട് അവസാനം മുതൽ പ്രബലമാകുന്നു. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസോൾട്ടേഷനാണ് 1817 ജെയിംസ് മില്ലിൻ്റെ ഗ്രന്ഥം വഴി ഉണ്ടായത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ്. കാരണം ജെയിംസ് മില്ല് 1817 രൂപപ്പെടുത്തിയ ചില അടിസ്ഥാന ചരിത്രധാരണകൾ ഇന്നും യാതൊരു ഒലച്ചിലുമില്ലാതെ നമ്മുടെയൊക്കെ ഭൂതകാല ബോധമായി നിലനിൽക്കുന്നുണ്ട്. കൊല്ലം 200 പക്ഷേ അതുണ്ടാക്കിയ വിഭാഗീയതകളോ അതുണ്ടാക്കിയ വിഭജന യുക്തിയോ കാര്യമായി തിരുത്തപ്പെട്ടിട്ടില്ല. എന്താണ് മില്ല് ചെയ്തത്? മില്ല് ഇന്ത്യയുടെ ഭൂതകാലത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചു. 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ അദ്ദേഹം ഹിന്ദു കാലഘട്ടം എന്ന് വിളിച്ചു. 12 മുതൽ 18 വരെയുള്ള കാലത്തെ മുസ്ലിം കാലഘട്ടം എന്ന് വിളിച്ചു. 18-ാം നൂറ്റാണ്ട് മുതൽ വരെ ഉള്ള കാലത്തെ ബ്രിട്ടീഷ് കാലഘട്ടം എന്നും വിളിച്ചു. ഈ പേരിടൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കൗതുകം കാണാൻ പറ്റും. ആദ്യത്തെ 2 ഘട്ടങ്ങളെയും മതം കൊണ്ട് നിർവചിക്കുമ്പോൾ അവസാന ഘട്ടത്തെ അദ്ദേഹം മതം കൊണ്ടല്ല പ്രദേശം കൊണ്ടാണ്, ബ്രിട്ടീഷ് പീരീഡ് എന്നാണ്. അതിൻ്റെ ലളിതമായ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അധിനിവേശം വരെ ഇന്ത്യക്കാരുടെ ലോകബോധത്തിൻ്റെ കേന്ദ്രം മതമാണ്. മതാതീതമെന്നോ മതനിരപേക്ഷമെന്നോ വിളിക്കാവുന്ന ഒരു ലോകബോധം ഇന്ത്യക്കാർക്ക് കൈവരുന്നത് ബ്രിട്ടീഷ് ആധിപത്യം വഴിയാണ്. അതുകൊണ്ട് ഫ്രം ദ 18th century ഓൺവേഡ്സ് ഇറ്റ് ഈസ് ബ്രിട്ടീഷ് പീരീഡ്. അതുവരെ ഹിന്ദു പീരീഡാണ്, മുസ്ലിം പീരീഡാണ്. ഭരണാധികാരികളുടെ മതത്തെ മുൻനിർത്തിയാണ് ചരിത്രഘട്ടത്തിന് പേരിടുന്നതെങ്കിൽ 18-ാം നൂറ്റാണ്ട് മുതലുള്ള കാലത്തെ വിളിക്കേണ്ടത് ക്രിസ്ത്യൻ പീരീഡ് എന്നാണ്. കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കുന്നല്ലോ. അങ്ങനെ ഒരു പുസ്തകമുണ്ട് കേട്ടോ. ഈ BD ബസു എന്ന് പേരായ ഒരു ചരിത്രകാരൻ 18-ാം നൂറ്റാണ്ട് മുതലുള്ള ഇന്ത്യയെക്കുറിച്ച് എഴുതിയൊരു ചരിത്രഗ്രന്ഥത്തിന് കൊടുത്ത പേര് ദ റൈസ് ഓഫ് ക്രിസ്ത്യൻ പവർ ഇൻ ഇന്ത്യ എന്ന ഒരു പേരിട്ടിട്ട് ഇതിനെ വെല്ലുവിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. എന്താണ് ഈ പേരിടലിൻ്റെ പ്രശ്നം? ഇത് വെറുതെ ഒരു പേരിടലിൻ്റെ പ്രശ്നമല്ല. പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് ഹൈന്ദവമാണ് 12-ാം നൂറ്റാണ്ട് വരെ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം മുതൽ ബ്രിട്ടീഷ് ആഗമനം വരെയുള്ള കാലം ഇസ്ലാമികമാണ്. അതിനുശേഷമുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കൊളോണിയൽ ഭരണത്തിൻ്റെതാണ്. ഈ ഒരു വിഭജന യുക്തി ഉണ്ടായി. ഇന്ന് നിങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ ഹിന്ദു പീരീഡ് മുസ്ലിം പീരീഡ് എന്നുള്ള പേര് മാറിയിട്ടുണ്ടാവും. പകരം ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ എന്നൊക്കെ ഉള്ള പേരുകൾ വന്നിട്ടുണ്ടാവുന്നല്ലാതെ ഈ അടിസ്ഥാന ചട്ടക്കൂടിന് യാതൊരു മാറ്റവുമില്ല. നോക്കൂ, ഹിന്ദു പീരീഡ് എന്ന് വിളിക്കപ്പെട്ട കാലത്ത് വാസ്തവത്തിൽ എന്താണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി? ഇപ്പോൾ AD BC 6-ാം ശതകത്തിലാണ് ബുദ്ധമതം വന്നത്. അത് AD 4-5 നൂറ്റാണ്ടുകൾ വരെ ഏതാണ്ട് 1000 കൊല്ലക്കാലത്തോളം ഇന്ത്യയിൽ അതിപ്രബലമായ മതമായിട്ട് നിലനിൽക്കുകയും ചെയ്തു. ഹിന്ദു മതം എന്ന ഒരു മതം എപ്പോഴാണ് രംഗത്തെത്തുന്നത്? അഥവാ ഹിന്ദു എന്ന വാക്ക് മതപരമായ സൂചനകളോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ലളിതമായിട്ട് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലാണ്. ഹിന്ദു എന്നുള്ള വാക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഹിന്ദു എന്നുള്ള വാക്ക് വ്യവഹാരത്തിൽ ശക്തിപ്പെടുന്നത് തന്നെ AD 5-6 നൂറ്റാണ്ടൊക്കെയായി. റോമില ഥാപ്പർ വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദു ചക്രവർത്തിയായിരുന്ന വിക്രമാദിത്യനോട്, ഗുപ്തരാജാവായ വിക്രമാദിത്യൻ, സമുദ്രഗുപ്ത വിക്രമാദിത്യനോട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ചെന്നിട്ട് നിങ്ങളൊരു ഹിന്ദുവാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വിക്രമാദിത്യന് ഈ ചോദ്യം തന്നെ മനസ്സിലാവുമായിരുന്നില്ല എന്ന് ഥാപ്പർ പറയുന്നുണ്ട്. കാരണം ആ കാലത്ത് ഹിന്ദു എന്നുള്ള വാക്ക് പ്രചാരത്തിൽ എത്തിയിട്ടില്ല. അത് ഇൻഡസ് ജനതയെ സൂചിപ്പിക്കുന്ന ഇൻഡസ് എന്ന വാക്കിൽ നിന്ന് സിന്ധു എന്ന വാക്കിൽ നിന്ന് അതിൻ്റെ ഉച്ചാരണ ഭേദം വഴി ഉണ്ടായി ഒരു ഭൂപ്രദേശത്തെ കുറിക്കുന്ന വാക്കായിട്ട് ദീർഘകാലം നിലനിന്ന് പിന്നെ എത്രയോ പരിണാമങ്ങൾക്ക് ശേഷമാണ് മതപരമായ ധ്വനികളിലേക്ക് വന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതോടെ ഇന്ത്യയിലെ ജനസംഖ്യയെ മതാടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താനുള്ള ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടുകളിലെ ശ്രമമാണ് ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി,
പാഴ്സികൾ, സിഖുകാർ തുടങ്ങിയ വിഭാഗങ്ങളെപ്പോലെ ഇന്ത്യയിലെ മറ്റൊരു വിഭാഗമാണ് ഹിന്ദുക്കൾ. അതിൻ്റെ മാനദണ്ഡം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ അന്ന് വലിയ തർക്കമുണ്ടായതാണ്. കാരണം ആരാണ് ഹിന്ദു എന്ന് ഖണ്ഡിതമായി പറയുക ഒട്ടും എളുപ്പമായിരുന്നില്ല. ഏത് പാരമ്പര്യത്തിൽ, ഏത് വിശ്വാസത്തിൽ, ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലാണ് നിങ്ങൾ ഹിന്ദു ആവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത്രയും വൈവിധ്യങ്ങളുണ്ട്. നാരായണ ഗുരു അതുകൊണ്ടാണ് ഒരിക്കൽ സി വി കുഞ്ഞിരാമനുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു പറയുന്നത് വലിയ ചരിത്രപരമായൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും 19-ാം നൂറ്റാണ്ടിലെ സെൻസസ് റിപ്പോർട്ടുകളോടെ ഹിന്ദു എന്നതൊരു മതപരമായ രാഷ്ട്രീയ സംജ്ഞ കൂടിയായിട്ട് മാറിത്തീരുകയും അത് വ്യവഹാരത്തിൽ പുതിയൊരു മണ്ഡലത്തിലേക്ക് കയറുകയും ചെയ്തു. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? വൈദിക ബ്രാഹ്മണ മതം, അതാണ് പിന്നീട് ഹിന്ദുമതത്തിൻ്റെ പരിവേഷം ആർജിച്ചു വന്നത്. ഇന്ന് ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന എല്ലാവരുടെയും ഭൂതകാലവും പാരമ്പര്യവും വൈദികമല്ല, ബ്രാഹ്മണികവുമല്ല. എത്രയോ വൈദികേതരമായ തദ്ദേശീയമായ ആരാധനകളും ക്രമങ്ങളും ഒക്കെ കൂടി കലർന്നിട്ടാണ് ഇന്ന് ഹിന്ദു എന്ന സങ്കല്പം നിലനിൽക്കുന്നത്. അത് വൈദികമൊന്നുമല്ല. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ അഭിജാത മുഖമായി ഇന്ന് നിലനിൽക്കുന്നത് വൈദിക ബ്രാഹ്മണ മതമാണ്. ഈ വൈദിക ബ്രാഹ്മണ മതം വേദങ്ങളുടെ കാലം മുതൽ ഏതാണ്ട് BC 2000 മുതൽ തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ ഋഗ്വേദത്തെ BC 1500 പൊതുവേ കണക്കാക്കുന്നു. അതുമുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ബുദ്ധമതം വരെ വളരെ പ്രബലമായ ഒരു ശക്തിയായി യജ്ഞയാഗ പാരമ്പര്യങ്ങളിലും വർണ്ണധർമ്മങ്ങളിലും ജാതിബന്ധങ്ങളിലുമൊക്കെ അധിഷ്ഠിതമായ വൈദിക മതം നിലനിൽക്കുന്നു. ഈ വൈദിക മതത്തെ വെല്ലുവിളിച്ചിട്ടാണ് ബുദ്ധ-ജൈന മതങ്ങൾ ഉയരുന്നത്. BC 6-ാം ശതകം മുതൽ AD 4-5 നൂറ്റാണ്ടുകൾ വരെ ഇന്ത്യയിലെ അതിപ്രബലമായ സ്വാധീനം ബുദ്ധമതമാണ്. അതുകൊണ്ട് ഭൂതകാലത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായും ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ട് മുതലെങ്കിലും 1000 കൊല്ലക്കാലത്തെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ബൗദ്ധഘട്ടം എന്നാണ്. ബൗദ്ധഘട്ടമാണ്. കാരണം ബ്രാഹ്മണ മതത്തെ ഏതാണ്ട് വലിയ തോതിൽ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് വരെ കടന്നു കയറിയ ഒരു ബദൽ മതപാരമ്പര്യവും സംസ്കാര പാരമ്പര്യവുമായിരുന്നു ബുദ്ധമതത്തിൻ്റേത്. അതിപ്പോൾ നമ്മുടെയൊക്കെ തന്നെ വീട്ടുമുറ്റങ്ങളിലും ചുറ്റുവട്ടങ്ങളിലും ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ എത്രയോ അടയാളങ്ങൾ കാണാം. വാസ്തവത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾക്ക് സംഭവിച്ച ഒരു വലിയ പരാധീനത ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു സാംസ്കാരിക ബദൽ എന്ന നിലയ്ക്ക് ബുദ്ധമതത്തിൻ്റെ ഈ വലിയ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ പോയി. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ബുദ്ധമതത്തെ ആ നിലയിലൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുവിൽ അത് ഒരു മാർജിനലായ ഒരു ധാരയായിട്ട് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഈ 1000 കൊല്ലക്കാലത്തോളം ഇന്ത്യയിലെ എല്ലാ തലങ്ങളിലും ബുദ്ധമതത്തിന് വമ്പിച്ച സ്വാധീനം ഉണ്ടായി. പക്ഷെ പിന്നീട് ഗുപ്ത സാമ്രാജ്യം ശക്തിപ്പെടുകയും ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണാധികാരത്തിൻ്റെ പുതിയ പുനഃസംഘാടനം വരികയും ചെയ്തതോടെ AD 5-ാം ശതകത്തിന് ശേഷം ബുദ്ധമതത്തിൻ്റെ സ്വാധീനശക്തി പടിപടിയായി ദുർബലമായി ഹിന്ദുത്വം ബ്രാഹ്മണ മതം പുനഃസംഘടിക്കപ്പെടുകയും അത് പതിയെ പതിയെ ഹൈന്ദവമായ പൊതുപാരമ്പര്യമായിട്ട് രൂപാന്തരപ്പെടുകയുമാണ് ചെയ്തത്. ഞാനിത് ഇത്രയും പറയാൻ കാരണം AD 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ഹിന്ദു പീരീഡ് എന്ന് വിളിക്കുന്നത് ആ വാക്കിൻ്റെ ഉത്ഭവ ചരിത്രമോ ആ സമൂഹത്തിൻ്റെ സ്വഭാവമോ മുൻനിർത്തി പരിശോധിച്ചാൽ ഒരു നിലയ്ക്കും നിൽക്കില്ല. ബുദ്ധ-ജൈന മതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എത്രയോ പാരമ്പര്യങ്ങൾ വന്നു ചേർന്നു ഇവിടെ. ഈ കാലത്താണ് ഈ വൈദിക പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ആര്യന്മാരുടെ കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ടതാണ് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ടറിയാം. ടോണി ജോസഫിൻ്റെ പുസ്തകവും ജനിതക പഠനങ്ങളുമൊക്കെ ആര്യന്മാരുടെ കുടിയേറ്റം എന്നതിനെ തർക്കരഹിതമായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആര്യന്മാർ സ്ഥാപിച്ച ഈ ആര്യവംശ സങ്കല്പം, അത് വംശമൊന്നുമല്ല, ഒരു ജനസമൂഹം, ഒരു ഭാഷാ സമൂഹം. ആ കുടിയേറ്റ സമൂഹം രൂപപ്പെടുത്തിയ വൈദിക മതവും അതിൻ്റെ ജീവിതക്രമങ്ങളും നിലനിൽക്കെ തന്നെ എത്രയോ പാരമ്പര്യങ്ങൾ വന്നു. ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ, പിന്നാലെ അറബികൾ വരുന്നു, ചൈനക്കാർ വരുന്നു. എന്തെല്ലാം പാരമ്പര്യങ്ങൾ വന്ന് ഇന്ത്യയുടെ സംസ്കാരത്തിൽ കൂടിക്കലർന്നാണ് നമ്മുടെ സംസ്കൃതി വികസിച്ചു വന്നത്.
ഇങ്ങനെ ബൗദ്ധ ജൈന മതങ്ങളുടെ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ, ഇന്ത്യയിലേക്ക് വന്ന ഈ പറഞ്ഞ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു വളരെ സങ്കരമായ, പ്രത്യേകിച്ചും ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ശിഥിലീകരണം ആരംഭിക്കുന്ന BC 2-ാം നൂറ്റാണ്ടോടെ ബുദ്ധമതം പതിയെ പതിയെ ദുർബലപ്പെടാൻ തുടങ്ങുന്നുണ്ട്. അതിനു ശേഷം AD 5-ാം നൂറ്റാണ്ടിൽ വൈദിക മതത്തിൻ്റെ പുനഃസ്ഥാപനം നടക്കുന്നത് വരെയുള്ള 4-5 നൂറ്റാണ്ട് കാലത്തിനിടയിൽ എത്രയോ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങൾ, വൈദികേതരമായ പാരമ്പര്യങ്ങൾ ഇന്ത്യൻ സംസ്കൃതിയിൽ കൂടിക്കലർന്നു. അതെല്ലാം ചേർന്നാണ് ഇന്ത്യ ഉണ്ടായത്. അതിനെ ഒന്നും നമുക്ക് ഹിന്ദു എന്ന് ബാക്ടീരിയൻ ഗ്രീസുകാരുമുണ്ട്. ഞാനിപ്പോൾ ഒരു കൗതുകമുള്ള ഉദാഹരണം പറയാം. നമ്മുടെ ജ്യോതിഷത്തിൽ, ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൽ പ്രവചന ഭാഗം വളരെ ദുർബലമായിരുന്നു. ഫലഭാഗം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഗണിതഭാഗമാണ് പ്രബലമായിരുന്നത്. ഇപ്പം ആര്യഭടീയം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആര്യഭടീയത്തിൽ ഭാവി പ്രവചിക്കുന്നൊന്നുമില്ല, മറിച്ച് ഗോളങ്ങളുടെ ചലനങ്ങൾ നോക്കി സൂര്യൻ എപ്പോൾ ഉദിക്കും, എപ്പോൾ അസ്തമിക്കും, ഋതുക്കൾ എപ്പോൾ മാറി വരും തുടങ്ങിയ ഗണിതപരമായ ആലോചനയുടെ വിഷയമായിട്ടാണ് ജ്യോതിശാസ്ത്രം നിലനിന്നത്. ഈ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുന്നതിൽ, പ്രവചന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയത്, അതിൻ്റെ അടിസ്ഥാനമായി തീർന്നത് അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷാണ്. ഹോരാശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലെ ഹോര എന്ന പദം കാലം, മണിക്കൂർ എന്ന അർത്ഥത്തെ കുറിക്കുന്ന അവർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ അടിസ്ഥാന മൂലപദത്തിൻ്റെ തദ്ഭവമായിട്ട് വന്നതാണ്. അതാണ് ഹോരാശാസ്ത്രമായത്. ഇന്ന് ഇന്ത്യൻ ട്രഡീഷനായിട്ട് നിങ്ങൾ ജ്യോതിഷത്തെ കാണുന്നു. ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി എന്ന് പറയുന്നത് എവിടെയോ പോയിരിക്കുന്നു. അസ്ട്രോളജി അതിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഴുങ്ങൽ സംഭവിച്ചത് വാസ്തവത്തിൽ വൈദേശികമായ ബന്ധങ്ങൾ കൊണ്ടാണ്, തദ്ദേശീയമായിട്ടല്ല. ഗ്രീക്ക് ജ്യോതിഷം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ വിഴുങ്ങിയതാണത്. പ്രവചന ഭാഗം ഗണിത ഭാഗത്തെ വിഴുങ്ങുന്നത്. ഇങ്ങനെ എത്രയോ കലർപ്പുകൾ. അതുകൊണ്ട് ഇന്ത്യൻ ജ്യോതിഷമെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് വാസ്തവത്തിൽ അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ആര്യഭടനെ പോലെയുള്ള ആളുകളോ നമ്മുടെ തദ്ദേശീയ ജ്യോതിശാസ്ത്ര പാരമ്പര്യമോ അല്ല. അത് ഗ്രീക്ക് ഇൻവേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇങ്ങനെ ആധിപത്യത്തിൻ്റെ എത്രയോ തലങ്ങൾ, ഞാനിത് ശരിയോ തെറ്റോ എന്ന് പറയല്ല, മറിച്ച് ഇങ്ങനെ കൂടിക്കലർന്നാണ് നമ്മുടെ വിജ്ഞാന രൂപങ്ങൾ, ജീവിതക്രമങ്ങളൊക്കെ ഉണ്ടായത്. അതിനെ മുഴുവൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരൊറ്റ യുക്തിയിലേക്ക് സംഗ്രഹിക്കുക തീർത്തും അസാധ്യമായ കാര്യമാണ്. പക്ഷേ ജെയിംസ് മിൽ അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഏകമാനമായ മതാത്മകമായ ഒരു ഭൂതകാലത്തെ ഇന്ത്യക്ക് മുകളിൽ അത് ആരോപിച്ചു. ഇപ്പോഴും ഇത് നിൽക്കുന്നു. നോക്കൂ, ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന ഭാരതം ഹൈന്ദവമാണ് എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിൽ ഒരു അലോസരവും ഉണ്ടാവില്ല. നോക്കൂ, പ്രാചീന ഭാരതം ഹൈന്ദവമാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഉപനിഷത്തുകളുടെ നാട് എന്ന് പറഞ്ഞാൽ തർക്കമൊന്നും തോന്നില്ല. ഉപനിഷത്ത് ഇന്ത്യയിലെ എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഉപനിഷത്തുകൾ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ 1000 മടങ്ങ് ശക്തിയിൽ ബുദ്ധമതം ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിക്കൂടം എന്ന വാക്ക് മുതൽ ശബരിമല ധർമ്മശാസ്താവിന് ശരണം വിളിക്കുന്നത് മുതൽ നമ്മുടെ ജീവിത പ്രയോഗങ്ങളുടെ എത്രയോ സന്ദർഭങ്ങളിൽ ബുദ്ധനെ കാണാം. നാരായണ ഗുരുവിൻ്റെ അനുകമ്പയിൽ വരെ ബുദ്ധനുണ്ട്. പക്ഷേ ഇന്ത്യയെ നമ്മൾ ബുദ്ധൻ്റെ നാട് എന്ന് വിളിക്കാൻ താരതമ്യേന മുതിരാറില്ല. എന്താണ് ഇന്ത്യൻ പാരമ്പര്യം? ഔപനിഷദികം, കനപ്പെട്ട വാക്കാണ്. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് ഇത് അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഭൂതകാലത്തിൻ്റെ വ്യാമിശ്ര സ്വഭാവത്തെ, അതിലെ കലർപ്പുകളെ, അതിലെ കൊടുക്കൽ വാങ്ങലുകളെ തമസ്കരിച്ച് അതിനു മുകളിൽ ഏകമാനത്തിലുള്ള ഒരു മതാത്മക സത്തയെ അധ്യാരോപിക്കുന്ന, അടിച്ചേൽപ്പിക്കുന്ന ഒരു യുക്തിവിചാരം 19-ാം നൂറ്റാണ്ടിലെ കൊളോണിയൽ ചരിത്ര വിചാരം മുതൽ ആരംഭിക്കുന്നുണ്ട്. അത് കോളനി ചരിത്രകാരന്മാരിൽ മാത്രം അവസാനിച്ചില്ല, അത് പിന്നീട് പല രൂപത്തിൽ തുടർന്നു. അതിലേക്ക് ഞാൻ വരാം. ഈ 12 മുതൽ 12-ാം ശതകം വരെയുള്ള കാലത്തെ ഹിന്ദു പീരീഡ് എന്ന് വിളിച്ചതുപോലെ ജെയിംസ് മില്ല് പിന്നെ വിശേഷിപ്പിച്ചത് 12 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകൾ മുസ്ലിം പീരീഡാണ് എന്ന്. വാസ്തവത്തിൽ ഏകമാനമായൊരു മുസ്ലിം ഭരണം ഇന്ത്യയിലുടനീളം എപ്പോഴെങ്കിലും നിലനിന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു കാലത്തും നിലനിന്നിട്ടില്ല. മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ഇന്ത്യ കണ്ട, അക്ബറുടെ കാലത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും വിസ്തൃതമായ ഒരു മുഗൾ ഭരണം ഉണ്ടായത്. അക്ബറെയൊന്നും ഒരു നിലയ്ക്ക് മുസ്ലിം ഭരണാധികാരി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബറാനിയെ പോലെ മധ്യകാലത്തെ ഒരു ഇസ്ലാമിക ചരിത്ര പണ്ഡിതൻ തന്നെ ഔറംഗസീബ് പോലും ഒരു മുസ്ലിം ഭരണാധികാരിയല്ല. ഔറംഗസീബ് മുസ്ലിമാണ്, ഭരണം മുസ്ലിമല്ല, ഇസ്ലാമികമല്ല എന്ന് തള്ളി പറയുന്നുണ്ട്.
കാരണം രാജാവിൻ്റെ പൊതുജീവിതമോ അല്ല വ്യക്തിജീവിതമോ പ്രജകളുടെ സ്വകാര്യ ജീവിതമോ മതാധിഷ്ഠിതമാകണമെന്ന് പറയാത്തിടത്തോളം കാലം അങ്ങനെ ഒരു ഭരണത്തെ ഇസ്ലാമികമെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബറാനി, മധ്യകാലത്തെ പ്രധാന ചരിത്ര പണ്ഡിതനാണ്, അദ്ദേഹം ഔറംഗസീബിൻ്റെ ഭരണകാലത്തെ അടക്കം അനിസ്ലാമികമെന്ന് പറയുന്നുണ്ട്. അക്ബറുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ദിന്നിലാഹി എന്ന മതം ഉണ്ടാക്കുകയും സർവ്വമത സാഹോദര്യത്തിന് വേണ്ടി ശ്രമിക്കുകയും ഇപ്പം നമ്മൾ ഓർക്കുന്നില്ല. ഉപനിഷത്തുകൾ, വേദങ്ങൾ, രാമായണം, മഹാഭാരതം ഇതൊക്കെ പേർഷ്യനിലേക്കും മറ്റു ഭാഷകളിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ മുഗൾ കാലത്താണ്. ഇന്ന് ഈ മുഗൾ കാലത്തിൻ്റെ മുദ്രകളെ മാച്ചു കളയാൻ ശ്രമിക്കുകയാണ്. അക്ബറെ പോലെ ഒരാളാണ് മഹാഭാരതം സമ്പൂർണ്ണമായിട്ട് വിവർത്തനം ചെയ്യിച്ചത് എന്ന കാര്യം നമുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നോക്കൂ, മഹാഭാരതത്തിന് 17-ാം നൂറ്റാണ്ടിൽ തന്നെ അക്ബറുടെ കാലത്ത് തന്നെ സമ്പൂർണ്ണമായ വിവർത്തനം വന്നു. റാസ്മനാമ എന്ന പേരിൽ. അന്ന് പേർഷ്യനും സംസ്കൃതം അറിയുന്ന ആരും ഇല്ല. അതുകൊണ്ട് ആദ്യം സംസ്കൃതത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത് ഹിന്ദിയിൽ നിന്നത് പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ചെയ്തത്. അവിടെ അവസാനിച്ചില്ല കേട്ടോ. അക്ബറുടെ കൊട്ടാരത്തിലെ രാജകുടുംബാംഗങ്ങളുടെ വിദ്യാഭ്യാസ പരിശീലനത്തിൽ മഹാഭാരതത്തിലെ ശാന്തിപർവം പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലമാക്കളും അക്ബറും തമ്മിലുള്ള തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതാധികാരമാണോ രാജാധികാരമാണോ പ്രധാനം. മതാധികാരമാണെന്ന് മതപണ്ഡിതന്മാർ, ഉലമാക്കൾ വാദിക്കുന്നു. അക്ബർ മതാധികാരമല്ല, രാജാവിൻ്റെ അധികാരമാണ് സുപ്രീം എന്ന് വാദിക്കുന്ന ആളാണ്. ഈ രാജാവിൻ്റെ അധികാരത്തിൻ്റെ പരമാധികാര സ്വഭാവത്തെ ഇന്ത്യൻ പാരമ്പര്യം തന്നെ അതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാന്തിപർവ്വ ഭാഗങ്ങൾ മുഗൾ കൊട്ടാരത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഇങ്ങനെ മതാധികാരത്തിനെതിരെ മഹാഭാരതം പോലെ ഒരു ടെക്സ്റ്റിലെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണവിജ്ഞാന വ്യവസ്ഥ ഉണ്ടാക്കിയ പാരമ്പര്യം മുഗൾ കൊട്ടാരത്തിനുണ്ട്. ഇന്നിപ്പം മുഗളന്മാരെന്ന് പറയുന്നത് ഇന്ത്യ കടന്നാക്രമിച്ച് ഇന്ത്യയെ ഇല്ലാണ്ടാക്കിയ ഒരു വിദേശ ശക്തിയാണ് എന്ന് പറയുന്നു. നോക്കൂ, 12-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് തുർക്കികളുമായി ബന്ധപ്പെട്ട ആളുകളും ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം കാര്യമായി ഉന്നയിക്കപ്പെടുന്നില്ല. ഇപ്പോൾ സിറാജുദ്ദീൻ ദൗള വരുന്ന സമയത്ത് ഏതാണ്ട് 10-12,000 പേരടങ്ങുന്ന ഒരു സൈന്യമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. ഇന്ത്യയിലാകട്ടെ അതിനേക്കാൾ എണ്ണത്തിൽ എത്രയോ കൂടുതലുള്ള ഭരണാധികാരികളുണ്ട്. അവരെല്ലാം എങ്ങനെയാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത്? നമുക്ക് പൊതുവിലുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതി കൊണ്ടാണ് എന്നാണ്. വാസ്തവത്തിൽ ജാതിബന്ധങ്ങൾ കൊണ്ടും ആഭ്യന്തര ജീർണതകൾ കൊണ്ടും അങ്ങേയറ്റം ശിഥിലമായ ഒരു മധ്യകാലത്തിൻ്റെ മതജീവിതത്തിൻ്റെ മുകളിലേക്കാണ് ഇതെല്ലാം വന്നു ചേർന്നത്. ഇപ്പോൾ കേരളത്തിലെ മതപരിവർത്തനത്തെക്കുറിച്ച് നോക്കിയാൽ മതം മാറാൻ വേണ്ടിയിട്ടല്ല, ജീവിതാവസ്ഥകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മതപരിവർത്തനം നടന്നത്. അല്ലാതെ മറ്റേതെങ്കിലും മതത്തിൻ്റെ മൂല്യങ്ങൾക്ക് ഈ മതത്തേക്കാൾ വിശിഷ്ടമായ എന്തോ ഉള്ളടക്കമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നുമല്ല, അത് അറിഞ്ഞിട്ട് പോലുമല്ല, മറിച്ച് ജീവിതാവസ്ഥയിലുള്ള മാറ്റമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മധ്യകാലം എന്ന് പറയുന്നതിനെ ആകമാനം ഇസ്ലാമികവൽക്കരിക്കുന്നു. നോക്കൂ, ഇസ്ലാം എന്ന വാക്ക് പോലും അല്ലെങ്കിൽ മുസ്ലിം എന്ന വാക്ക് പോലും ഇക്കാലത്തെ പ്രമാണങ്ങളിൽ കാണുന്നില്ല. ഇപ്പോൾ തുർക്കി പാരമ്പര്യമുള്ള ടർക്കിഷ് ട്രഡീഷനിൽപ്പെട്ട ആളുകളെ മുഴുവൻ അന്നത്തെ രേഖകൾ വിശേഷിപ്പിക്കുന്നത് തുരുഷ്കന്മാരെന്താണ്, അല്ലെങ്കിൽ മധ്യ ഏഷ്യയിൽ നിന്നൊക്കെ ഇവിടേക്ക് വരുന്ന ആളുകളെ പഴയ ഓർമ്മയിൽ വിളിക്കുന്നത് യവനന്മാരെന്നാണ്. പിൽക്കാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരെയും യവനന്മാരെന്ന് വിളിക്കുന്നു. ഗ്രീക്കുകാരെ മാത്രമല്ല, അല്ലാതെ ഈ തുർക്കികൾ, ഇറാനിൽ നിന്ന് വന്നവർ, ഇറാഖിൽ നിന്ന് വരുന്നവർ, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ, ഇവർക്കെല്ലാം ഏകമാനമായൊരു മതാത്മക സ്വത്വം മധ്യകാലത്തെ ഇന്ത്യൻ റെക്കോർഡുകളിലില്ല. പല പേരുകളിൽ പല പാരമ്പര്യങ്ങളായിട്ടാണ് കണ്ടത്. ഈ ഇമ്പീരിയൽ ഹിസ്റ്റോറിയന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എത്രയോ വൈവിധ്യങ്ങളുണ്ടായിരുന്ന തമ്മിൽ പടപൊരുതിയിരുന്ന ഈ വിഭാഗങ്ങളെ എല്ലാം ചേർത്തിട്ട് ഇസ്ലാമികം ഒറ്റ പേരിലാക്കി. ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ബാബർ ഇന്ത്യയിൽ വന്ന സമയത്ത് ബാബർ ഏറ്റുമുട്ടിയത് ഇന്ത്യയിലെ ഹിന്ദുക്കളോടൊന്നുമല്ല, ഇബ്രാഹിം ലോധിയോടാണ്. 1-ാം പാനിപ്പറ്റിലും 2-ാം പാനിപ്പറ്റിലും ബാബർ യുദ്ധം ചെയ്യുന്നത് ഇവിടെയുള്ള തദ്ദേശീയനായ ഒരു മുസ്ലിം രാജാവിനോട് തന്നെയാണ്, അല്ലാതെ ഹിന്ദുവിനോടല്ല. അല്ലാതെ മുസ്ലിങ്ങളെല്ലാം ഒരൊറ്റ യൂണിറ്റായി ഒരു ഭാഗത്ത് നിൽക്കുക,
ഹിന്ദുക്കളൊക്കെ ഒറ്റൊരു യൂണിറ്റായി മറുഭാഗത്ത് നിൽക്കുക എന്ന മട്ടിൽ മതപരമായ ഒരു സ്വത്വ സങ്കല്പം വാസ്തവത്തിൽ മധ്യകാല ഇന്ത്യയിലില്ല. ഇസ്ലാമികം എന്ന് വിളിക്കാവുന്ന ഒരു ഭരണവ്യവസ്ഥയില്ല. മുസ്ലിം എന്ന ഒരു പൊതുമതസ്വത്വം പോലും വാസ്തവത്തിൽ അന്ന് ഉറച്ചിട്ടില്ല. തുരുഷ്കന്മാരായിട്ടും യവനന്മാരായിട്ടും മുസ്ലിങ്ങളായിട്ടും പല പേരുകളിൽ പല പ്രകാരങ്ങളിൽ ജീവിക്കുന്നു. ഇവർക്കൊക്കെ തമ്മിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. പക്ഷേ പാശ്ചാത്യ ചരിത്ര വിജ്ഞാനം, ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വൈവിധ്യങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും എല്ലാം മുകളിലേക്ക് ഇസ്ലാം എന്ന ഏകമാന സത്തയെ ആരോപിച്ചു. അതോടെ മധ്യകാലം മുഴുവൻ ഇസ്ലാമികമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്ബറുടെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചത്. അതൊരു ഇസ്ലാമിക ഭരണമല്ല. പിന്നെ ആ സമയത്ത് പോലും കിഴക്കൻ ഇന്ത്യയിലേക്ക് മുഗൾ ഭരണം എത്തുന്നില്ല, ദക്ഷിണേന്ത്യയിലേക്ക് മുഗൾ ഭരണം എത്തിയിട്ടില്ല, കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങൾ മുഗൾ ഭരണത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഏത് നിലയ്ക്ക് നോക്കിയാലും മധ്യകാലത്തെ ഇസ്ലാമികം എന്ന് വിളിക്കുന്നതിൽ ഒരർത്ഥവും വാസ്തവത്തിലില്ല. പക്ഷേ മധ്യകാലത്തെ ഇസ്ലാമികമാക്കി മാറ്റി എന്നു മാത്രമല്ല, ഈ മധ്യകാല ഇസ്ലാമും അതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യയിലെ ഹൈന്ദവ പാരമ്പര്യങ്ങളും തമ്മിൽ വലിയ ശത്രുതയും സംഘർഷവുമാണ് നിലനിന്നത് എന്ന വാദം അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, ഹിന്ദു മുസ്ലിം സംഘർഷം. ഈ സംഘർഷം കൊളോണിയൽ ചരിത്രകാരന്മാർ ഉണ്ടാക്കിയെടുത്തൊന്നാണ്. സംഘർഷമില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. സംഘർഷങ്ങളുടെ ബീജം മതമായിരുന്നില്ല, സമ്പത്തും രാഷ്ട്രീയമായിരുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവുമായുണ്ടായ തർക്കങ്ങളെ, ഏറ്റുമുട്ടലുകളെ ഈ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് മതയുദ്ധങ്ങളായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുഹമ്മദ് ഗസ്നി സോമനാഥ് ആക്രമിക്കുന്നു. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് അദ്ദേഹം 12-13 തവണ സോമനാഥത്തിലേക്ക് പടയോട്ടം നടത്തിയിട്ടുണ്ട്. നോക്കൂ, മതപരമായ ശത്രുതയെ മുൻനിർത്തി ഒരു ക്ഷേത്രം ആക്രമിച്ച് തകർക്കാൻ ഗസ്നിയുടെ ടർക്കിഷ് റെക്കോർഡുകളിൽ പറയുന്ന പ്രകാരം തന്നെ കാഫിറുകളെ ഇല്ലാതാക്കാനാണ് ഈ പടയോട്ടം നടത്തുന്നതെങ്കിൽ ആദ്യം വന്ന് ഇത് പൊളിച്ച് കളഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. ആണ്ടോടാണ്ട് മലയ്ക്ക് പോണ പോലെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തേ ഈ ആണ്ടോടാണ്ട് വരുന്നത്? മധ്യകാല ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മതത്തിൻ്റെയും അധ്യാത്മത്തിൻ്റെയും കേന്ദ്രങ്ങൾ എന്നതിനേക്കാൾ എത്രയോ അധികം സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് സാമ്പത്തികവും അധികാരപരവുമായ കിടമത്സരങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തും. നോക്കൂ, ക്ഷേത്രം കൊള്ളയടിക്കാൻ ഒരു സവിശേഷ സൈനിക സംവിധാനത്തെ ഉണ്ടാക്കി ആ സംവിധാനത്തിൻ്റെ തലവനെ ദേവോത്പതന നായകൻ എന്ന സ്ഥാനപ്പേര് നൽകി തൻ്റെ രാജസഭയിലെ സ്ഥിരാംഗമായി നിലനിർത്തിയ ഹർഷൻ എന്ന ഹിന്ദു രാജാവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കവിയായിരുന്ന കൽഹണൻ അക്കാലത്തെഴുതിയ രാജതരംഗിണി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടാണ്. കാശ്മീരിലെ ഹിന്ദു രാജാവാണ് ഹർഷൻ. രാജതരംഗിണി ഇന്ത്യയിൽ ആദ്യം എഴുതപ്പെട്ട വംശാവലി കാവ്യമാണ്. ആദ്യമല്ല, അതിനു മുമ്പ് 15-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ വംശാവലി കാവ്യം വന്നിട്ടുണ്ട്. മൂഷകവംശമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ വംശാവലി കാവ്യം. എങ്കിലും പുകഴ്പെറ്റത് രാജതരംഗിണിയാണ്. രാജതരംഗിണിയിൽ കൽഹണൻ പറയുന്നൊരു കാര്യമാണ്, രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഖജനാവിൽ കാശില്ലാണ്ടാവുമ്പോൾ അമ്പലം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ സ്ഥിരമായിട്ട് നിലനിർത്തുക, അതിൻ്റെ തലവനെ രാജസഭയിൽ അംഗമാക്കുക. അദ്ദേഹത്തിന് പ്രത്യേക പദവിയൊക്കെ ഉണ്ട്. നമ്മൾ ഡിഫൻസ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ അമ്പലം കൊള്ളയ്ക്കൊരു മന്ത്രി, ആ മന്ത്രി അദ്ദേഹത്തിൻ്റെ സഭാംഗമാണ്. ആ സഭാംഗമായി നിലനിർത്തിയിട്ട് ഈ രാജതരംഗിണി നോക്കിയാൽ ഈ രാജാവ് എന്തെങ്കിലും ഒരു അക്രമം ചെയ്യുന്നു എന്നുള്ള മട്ടിലൊന്നും അല്ല അദ്ദേഹം അത് പരാമർശിക്കുന്നത്. വളരെ സ്വാഭാവികമായ കാര്യം. കാരണം മധ്യകാലത്തെ എല്ലാ കിടമത്സരങ്ങളും ക്ഷേത്രങ്ങളിലേക്ക് നീങ്ങും. കാരണം ക്ഷേത്രത്തിൽ സമ്പത്തുണ്ട്, ക്ഷേത്ര അധികാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഗസ്നിയുടെ കാര്യത്തിൽ അലക്സാണ്ടർ ഡോവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കൽഹണൻ്റെ രാജതരംഗിണിയൊക്കെ മറുഭാഗത്ത് നിൽക്കെ തന്നെ അലക്സാണ്ടർ ഡോവിൻ്റെ ആദ്യത്തെ പരാമർശം വന്നു, ഇത് മുസ്ലിം ഫനാറ്റിസിസമാണ്. ഈ മുസ്ലിം ഫനാറ്റിസിസം, മുസ്ലിം മതഭ്രാന്ത് എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആശയമാണ്.
കാരണം കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം 11 മുതൽ 14 നൂറ്റാണ്ട് വരെ 3 നൂറ്റാണ്ട് നീണ്ട കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം ഇസ്ലാമിനെ അപരവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാം അടിസ്ഥാനപരമായ ഒരു മതഭ്രാന്ത സമൂഹമാണ് എന്ന യുക്തിയെ നമ്മുടെ നവോത്ഥാനവും ആധുനികതയും കോളനീകരണവും ഒക്കെ പല നിലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 നൂറ്റാണ്ട് കാലത്തെ ഇരുണ്ട യുഗം, ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ നീളുന്ന മധ്യകാലം, ഇതൊക്കെ മതം കൊണ്ട് നിർവചിക്കപ്പെട്ട യൂറോപ്പിന് സദൃശ്യമായ ഒരു മധ്യകാലത്തെ, മതാത്മകമായൊരു മധ്യകാലത്തെ, മതഭ്രാന്തമായൊരു മധ്യകാലത്തെ ഇന്ത്യയിലും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് വാസ്തവത്തിൽ കൊളോണിയൽ ചരിത്രവിജ്ഞാനം ചെയ്ത ഒരു കാര്യം. തങ്ങൾക്ക് പരിചയമുള്ളൊരു ക്രമത്തിലേക്ക് മധ്യകാല ഇന്ത്യ മധ്യകാല യൂറോപ്പ് തങ്ങളെ സംബന്ധിച്ച് മതഭ്രാന്തമാണ്, ഇരുണ്ട യുഗമാണ്. ആ മതഭ്രാന്തിൻ്റെയും ഇരുണ്ട യുഗത്തിൻ്റെയും ലോകം ഇന്ത്യയിൽ കണ്ടെത്തുക, അതിനുപയുക്തമായൊരു ഭൂതകാലത്തെ ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കുക. ഇങ്ങനെ അലക്സാണ്ടർ ഡോവ് വഴി തുടങ്ങുന്ന ഈ കാഷ്വൽ കമൻറ്റ് എഡ്വേർഡ് ഗിബ്ബൺ ഏറ്റെടുക്കുന്നുണ്ട്. ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ ഒക്കെ എഴുതിയ ഗിബ്ബണെ പോലുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. ജെയിംസ് മിൽ ആവർത്തിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉടനീളം വരുന്നുണ്ട്. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന പ്രശ്നങ്ങളിലൊന്നായി, മുസ്ലിം ഇൻവേഷൻ്റെ അടിസ്ഥാന അടയാളങ്ങളിലൊന്നായിട്ട് സോമനാഥം മാറി. നിങ്ങൾ പറ്റുമ്പോൾ ധാപ്പറുടെ സോമനാഥം വായിച്ചു നോക്കണം, മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ മധ്യകാലത്തിന് മുകളിൽ 2 തരം സവിശേഷ മുദ്രകൾ വന്നു വീണു. ഒന്ന്, മധ്യകാലത്ത് മുസ്ലിം സമൂഹത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ തമസ്കരിക്കപ്പെടുകയും ഏകമാനമായ ഒരു ഇസ്ലാമിക സ്വത്വം മധ്യകാലത്തിന് മുകളിൽ ആരോപിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഈ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ മഹിമയെ, സുവർണശോഭയെ, പാരമ്പര്യത്തെ പല നിലയിൽ തകർക്കുകയാണ് ചെയ്തത് എന്ന യുക്തി ആരോപിക്കപ്പെട്ടു. ആ തകർക്കലാണ് വാസ്തവത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷം എന്ന ഒരു നരേറ്റീവായിട്ട് മാറിയത്. ആ നരേറ്റീവ് പടിപടിയായി വികസിച്ചു വന്നു. അങ്ങനെ പടിപടിയായി വികസിച്ചു വരികയും പിന്നീട് ഇവർക്ക് പിന്നാലെ രംഗത്തെത്തിയ, ഇത് കൊളോണിയൽ ചരിത്രകാരന്മാരുണ്ടാക്കിയ ഒരു ധാരണയാണെങ്കിൽ, ഇവർക്ക് പിന്നാലെയോ ഇവരോടൊപ്പമോ രംഗത്തെത്തിയ പൗരസ്ത്യവാദികൾ എന്ന് വിളിക്കപ്പെട്ട പണ്ഡിത സമൂഹമാകട്ടെ, അവർ വലിയ ഇന്ത്യാ സ്നേഹമുള്ളവരൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിതെല്ലാം ഒരു കുറ്റാരോപണം, ഗൂഢാലോചന എന്ന നിലക്ക് പറയല്ല. പക്ഷെ ചെയ്തതിൻ്റെ ഫലം എന്താണ്? അവർക്ക് എഴുതിയിട്ട് പോയാൽ മതി, സഹിക്കണത് നമ്മളാണല്ലോ. ചെയ്തതിൻ്റെ ഫലം എന്താണ്? ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാകുന്നു, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഉണ്ടാകുന്നു, വില്യം ജോൺസ് വരുന്നു, എച്ച് വിൽസൺ, HT കോൾബ്രൂക്ക്, മാക്സ് മുള്ളർ, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ വരുന്നു. ഇവർ ഇന്ത്യക്ക് മുകളിൽ കൊണ്ടുവന്ന ഒരു വലിയ പരിവേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാർക്ക് ഈ പറയുന്ന എന്താ പറയുക, സാമൂഹിക താല്പര്യങ്ങളോ ഭൗതിക താല്പര്യങ്ങളോ രാഷ്ട്രീയ അധികാര താല്പര്യങ്ങളോ ഒന്നുമല്ല, മറിച്ചുള്ളത് അതിഭൗതികമായ അധ്യാത്മത്തിൻ്റെ താല്പര്യങ്ങളാണ്. മാക്സ് മുള്ളറുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്. ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്വിസിറ്റീവ് ആൻഡ് അഗ്രസീവ്, ബട്ട് പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എന്ന്. ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്വിസിറ്റീവ് ആൻഡ് അഗ്രസീവ്. അവർ ക്രിയോന്മുഖതയുള്ളവരല്ല, അക്രമവാസനയുള്ളവരല്ല, സമ്പാദന തൽപരരല്ല, മറിച്ച് എന്താണ്, പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ്. നിസ്സംഗരാണ്, ആത്മാന്വേഷികളാണ്, ധ്യാനനിരതരാണ്. ഈ ബഡായിയൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട് നന്നായിട്ട്. നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇന്ത്യൻ ജനതയുടെ ഭൂതകാലം, ആത്മീയ മഹത്വം. കൊസാംബി അതിനെക്കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു കമൻ്റുണ്ട്. കൊസാംബി പറയുന്നുണ്ട്, സ്വന്തം യൗവനം കൊണ്ട് മതിച്ച് പൊളച്ച് ജീവിച്ച് മതിയാകാതെ വന്നിട്ട് മകനോട് യൗവനം വഴങ്ങിയ ഒരു പിതാവിനെ സങ്കല്പിച്ച ലോകത്തെ ഒരേ ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. അവരെക്കുറിച്ചാണ് പറഞ്ഞത് ആത്മീയവാദികൾ എന്ന്. കാമസൂത്ര ആദ്യം ഉണ്ടായ നാടാണ്. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ നമ്മുടെ കാമസൂത്രം ഉണ്ടായി. പിന്നെ ഒരു 10-ാം നൂറ്റാണ്ട് വരെ ആ ട്രഡീഷൻ നിലനിൽക്കുന്നുണ്ട്, പല പേരിൽ ആ ഡിസ്കോഴ്സ് തുടരുന്നുണ്ട്. ആ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അമർത്യാസൻ ഇന്ത്യയുടെ ഭൂതകാലത്തെ പാരമ്പര്യമായി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ 3 തരം ഒഴിച്ചു നിർത്തലുകൾ, എക്സ്ക്ലൂഷൻസ് വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 3 പാരമ്പര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നോൺ വേദിക് ട്രഡീഷൻ, വൈദികേതരമായ മതപാരമ്പര്യങ്ങൾ.
ഇപ്പോൾ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, യഹൂദമതം, പാഴ്സി മതം, ഇതൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിൽ എങ്ങനെയാണ് കൂടിക്കലർന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേക ധാരണകളൊന്നും ഇല്ല. ഞാൻ കൗതുകമുള്ളൊരു ഉദാഹരണം പറയും. ഇപ്പോൾ കേരളത്തിൽ ചുമർ ചിത്രം എന്ന് കേട്ടാൽ നമുക്കൊക്കെ ഓർമ്മ വരിക ഈ പറയുന്ന അമ്പലച്ചിത്രം എന്നാണ്. വാസ്തവത്തിൽ അമ്പലചിത്രങ്ങളോളം തന്നെ സമൃദ്ധമായ പള്ളിച്ചിത്രങ്ങൾ കേരളത്തിലുണ്ട്. എത്ര വിപുലമായൊരു പാരമ്പര്യമാണെന്നറിയോ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചുമർ ചിത്രങ്ങൾ. 1931 കേസരി ബാലകൃഷ്ണപിള്ള കേസരി പത്രത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്, തിരുവാങ്കൂറിലെ ചുമർ ചിത്രങ്ങളെ ഹൈന്ദവ ചിത്രങ്ങൾ മാത്രമായി കാണുന്ന തിരുവാങ്കൂർ ഗവൺമെൻറ്റിൻ്റെ സങ്കുചിതത്വം അവസാനിപ്പിക്കുകയും ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോൾ വർഷം 90 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ സ്ഥിതി? ചുമർ ചിത്രം എന്ന് കേട്ടാൽ നിങ്ങൾ ഈ ഗണപതി അല്ലാതെ വേറെ എന്തെങ്കിലും ഓർക്കുമോ? ഗണപതി പ്രത്യേക തരത്തിലുള്ള ശൈലി വിന്യാസം, എത്ര സമൃദ്ധമായ പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. കേസരി പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ ആധുനിക ചിത്രകല വന്നത് രവിവർമ്മ വഴിയല്ല, പള്ളികളിലെ റത്താഴ ചിത്രങ്ങൾ വഴിയാണ്. അൾത്താരയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളുണ്ടല്ലോ, അതാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ രംഗപ്രവേശം. റത്താഴ ചിത്രം എന്ന് പറഞ്ഞാൽ എത്ര മലയാളിക്ക് മനസ്സിലാവും? ഇതാണ് പ്രശ്നം. അതായത് ഇത് എല്ലാത്തിലും കേട്ടോ, ബൗദ്ധ പാരമ്പര്യം, ജൈന പാരമ്പര്യങ്ങൾ, ഇസ്ലാമികമായ പാരമ്പര്യങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ആ പാരമ്പര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ കൂടിക്കലരുന്നു. ആ കൂടിക്കലരലുകളെ ഒന്നും നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അമർത്യാസൻ അത് പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ തദ്ദേശീയ വിജ്ഞാനങ്ങളുണ്ടല്ലോ, സവിശേഷ സമൂഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വൈഭവങ്ങൾ, അറിവ് രൂപങ്ങൾ ഒക്കെ. ഇപ്പോൾ അജന്ത ദേശീയ ചിത്രമായിത്തീരുന്നു, വർളി ആദിവാസി കലയായിത്തീരുന്നു, കഥകളി കേരളീയ കലയായിത്തീരുന്നു, തെയ്യം പ്രാദേശിക കലയായിത്തീരുന്നു, സോപാന സംഗീതം കേരള സംഗീതമായിത്തീരുന്നു, മാപ്പിളപ്പാട്ട് മാപ്പിളമാരുടെ പാട്ടായിത്തീരുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ സമൂഹം കൊണ്ട് നടന്ന വിവിധ പാരമ്പര്യങ്ങളാണ്. അതിനെ ആകെ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞതാണ് ഭൗതിക വിജ്ഞാനങ്ങളുടെ പാരമ്പര്യം. ഇന്ത്യ അധ്യാത്മത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടാക്കിയതിന് സമാന്തരമായി ഭൗതിക വിജ്ഞാനത്തിൻ്റെ എത്ര ബൃഹത്തായ പാരമ്പര്യം ഉണ്ടാക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആര്യഭടൻ. ഇപ്പോൾ കേരള ഗണിതം, നമ്മുടെ മലയാളത്തിൻ്റെ സാമൂഹ്യ ബോധത്തിൽ കേരളീയ ഗണിതം എന്നൊരു അറിവിന് എത്ര ഇടമുണ്ട്? നീലകണ്ഠ സോമയാജിയോ വടശ്ശേരി പരമേശ്വരനോ സംഗമഗ്രാമ മാധവനോ ഭാസ്കരാചാര്യരോ ആര്യഭടനോ ഒക്കെ പോലെ മധ്യകാലത്ത് ലോകത്ത് വികസിച്ചു വന്ന ഗണിത വിജ്ഞാനത്തോടൊപ്പം നിൽക്കാൻ പോകുന്ന തലയെടുപ്പ് വാസ്തവത്തിൽ കേരളീയ ഗണിതത്തിനുണ്ട്. നമ്മുടെ പാരമ്പര്യ ബോധത്തിൽ എപ്പോഴെങ്കിലും കേരളീയ ഗണിതം എന്ന പേര് വരും. ശങ്കരാചാര്യർ എന്ന് പറയുന്നത് പോലെ പറയേണ്ട പേരാണ് സംഗമഗ്രാമ മാധവൻ. അതേ വലിപ്പത്തിൽ പറയേണ്ട പേരാ. കാരണം ഇൻഫിനിറ്റ് സീരീസ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് സമാന്തരമായി അതൊന്നും അറിയാതെ ഇൻഫിനിറ്റ് സീരീസ് ഇവിടെ വിഭാവനം ചെയ്തിരുന്നു ഈ സംഗമഗ്രാമ മാധവൻ. ട്രിഗണോമെട്രി അവിടെ ഉണ്ടാകുന്ന സമയത്ത് നീലകണ്ഠ സോമയാജി തിരൂരിരുന്ന് ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ BSc MSc നിലവാരത്തിലുള്ള ട്രിഗണോമെട്രിക്ക് രൂപം നൽകിയിരുന്നു ഈ നീലകണ്ഠ സോമയാജി. എത്ര പേർക്ക് ഈ പേര് ഓർമ്മയുണ്ട്? എവിടെയുണ്ട് ഈ പേര്? ഇങ്ങനെ എന്തെല്ലാം അറിവുകൾ നമുക്ക്. പക്ഷേ നമ്മുടെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണിപ്പോൾ ഉള്ളത്? നമ്മുടെ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി പ്ലാസ്റ്റിക് സർജറിയാണ് എന്ന് പറയുന്ന മട്ടിലുള്ള ആസംബന്ധങ്ങളാണ്. ആറ്റം ബോംബ് അന്നേ ഉണ്ടായിരുന്നു എന്ന് പറയില്ല. ആറ്റം ബോംബ് പോയിട്ട് ആറ്റം ഉണ്ടായിട്ടില്ല. മിസൈൽ ഉണ്ടായിരുന്നു എന്ന് പറയും. ലോഹം കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ, മിസൈൽ ഉണ്ടായിരുന്നു. നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വിജ്ഞാന പാരമ്പര്യങ്ങളെ മുഴുവൻ അവസാനം വിജ്ഞാനം എന്താണ്? പൗരസ്ത്യവാദികൾ നമുക്ക് നൽകിയ ഒരു പാരമ്പര്യമുണ്ട്, അധ്യാത്മം. അത് വേദങ്ങളാണ്, ഉപനിഷത്തുകളാണ്, ബ്രാഹ്മണങ്ങളാണ്, ദൈവാന്വേഷണമാണ്. ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയല്ല. ഇതിനോടൊപ്പമോ ഇതിനേക്കാൾ പ്രബലമോ ആയ ഭൗതിക വിജ്ഞാനങ്ങളുടെ പാരമ്പര്യം. രസവിദ്യ, തുരുമ്പിക്കാത്ത ഇരുമ്പ് കുത്തബ്മീനാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ വാസ്തുവിജ്ഞാനം, നമ്മുടെ ഗണിതം, നമ്മുടെ വൃക്ഷായുർവേദ പാരമ്പര്യത്തെ കൃത്രിമമായി പൗരസ്ത്യവാദികൾ ആരോപിച്ച ഈ അധ്യാത്മ പരിവേഷത്തെ പാരമ്പര്യബോധത്തിലേക്ക് ചേർത്ത് വച്ചത് വഴി പാരമ്പര്യം എന്ന് പറയുന്നത് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ദൈവാന്വേഷണം, ആത്മീയത, ശങ്കരാചാര്യർ മുതലായ ചില ഏർപ്പാടായി തീർന്നു. മറിച്ച് മനുഷ്യർ പണിയെടുത്തുണ്ടാക്കിയ അറിവുകൾ, അവരുടെ അധ്വാനം, അവരുടെ വൈഭവങ്ങൾ, അതൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തായി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പണിയെടുത്തുണ്ടാക്കുന്ന അറിവിന് മതം ഉണ്ടാവില്ല. അത് ഇപ്പോൾ വാസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗജവിദ്യ എന്ന് പറയുന്നത് ഒരു ഭൗതിക പ്രയോഗമാണ്. അത് മനുഷ്യർ തങ്ങളുടെ ശരീരം കൊണ്ട് കൈകൊണ്ട് പണിതുണ്ടാക്കുന്ന അറിവുകളാണ്.
അവയൊക്കെ മാർജിനലൈസ് ചെയ്യുമ്പോൾ അതിൽ പ്രവർത്തിച്ച മനുഷ്യരും മാർജിനലായി പോകും. മെയിൻ സ്ട്രീം ട്രഡീഷൻ എന്ന് പറയുന്നത്, അമർത്യാസൻ പറയുന്നത്, ഈ 3 ധാരകളെ എക്സ്ക്ലൂഡ് ചെയ്തു. വൈദികേതര മതപാരമ്പര്യങ്ങൾ, തദ്ദേശീയ വിജ്ഞാന പാരമ്പര്യങ്ങൾ, ഭൗതികജ്ഞാന രൂപങ്ങൾ, ഇവയെ ഒഴിവാക്കിക്കൊണ്ട് കൃത്രിമമായ ഒരു മതാത്മക ആധ്യാത്മിക ഭൂതത്തെ ദേശീയ ഭൂതമായിട്ട് നിർമ്മിച്ചെടുത്തു. ആ ദേശീയ ഭൂതമാണ് ഇപ്പോൾ നമ്മെ വിഴുങ്ങുന്നത്. ആ ഭൂതമാണിപ്പോൾ നമ്മെ വിഴുങ്ങുന്നത്. അതുകൊണ്ട് ഈ ഭൂതത്തിനെതിരായ യുദ്ധം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ മൂലധനം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ താജ്മഹൽ തേജോ മഹാലയാണെന്നൊന്നും പറയുന്നതല്ല, മറിച്ച് ഈ പറഞ്ഞ പ്രശ്നമാണ്. ഇത് കൃത്രിമമായി ഇന്ത്യക്ക് മേൽ കെട്ടിയുണ്ടാക്കപ്പെട്ട, ഇതിൽ പിന്നെ ഒരു സംഗതിയും കൂടി വന്നു. ഈ പൗരസ്ത്യവാദികൾ ഇന്ത്യയുടെ ഭൂതകാലത്തെ ആദർശവൽകൃതമായൊരു സുവർണയുഗമാക്കി മാറ്റുകയും ഈ സുവർണയുഗം എങ്ങനെ ശിഥിലമായി എന്നതിൻ്റെ ഉത്തരമായി അവർ തന്നെ അവരുടെ ക്രൈസ്തവമായ യൂറോപ്യനായ ഇസ്ലാമിക വിരുദ്ധതയുടെ പരിവേഷത്തെ ഇന്ത്യക്ക് മേൽ ആരോപിക്കുകയും ചെയ്തു. അതോടെ ഹൈന്ദവമായ സുവർണ ഭൂതകാലത്തിൻ്റെ തകർച്ചയുടെ കാരണമായി 12-ാം നൂറ്റാണ്ട് മുതലുള്ള ഇസ്ലാമിക് ഇൻവേഷൻ എന്ന ഒരു യുക്തിയെ അവരവതരിപ്പിച്ചു. വാസ്തവത്തിൽ കൊളോണിയലിസം രൂപപ്പെടുത്തിയ അടിസ്ഥാന സംജ്ഞകളിലൊന്നാണ് ഇസ്ലാമിക അധിനിവേശം എന്നുള്ളത്. ഇന്നതൊരു സ്വാഭാവിക സംജ്ഞയായി, സ്വാഭാവിക സംജ്ഞയാവുകയും നമ്മുടെ ചരിത്രധാരണയായി തീരുകയും ചെയ്തു എന്നതാണ് വസ്തുത. ഇങ്ങനെ ഇന്ത്യയുടെ ഭൂതകാലത്തെ മുഴുവൻ മതവൽക്കരിക്കുകയും മതപരമായ ഒരു വിഭാഗീയതയുടെ തലത്തിലേക്ക് അതിനെ മുഴുവൻ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ചരിത്ര വിജ്ഞാനം 2 രൂപങ്ങളിൽ, ഒന്ന് ഇമ്പീരിയലിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രാഫി ആയിട്ടും മറ്റൊന്ന് ഓറിയൻ്റലിസ്റ്റുകളുടെ സംഭാവനകളായിട്ടും വികസിച്ച് വന്നത്. ഇതെല്ലാം ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ പറയല്ല, പക്ഷെ അന്തിമ ഫലം ഇതായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ട്രഡീഷൻ്റെ ഒരു സിഗറക്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കലർപ്പിൻ്റെ പാരമ്പര്യം. ആ കലർപ്പിൻ്റെ പാരമ്പര്യം പതിയെ പതിയെ തമസ്കരിക്കപ്പെടുകയും ഏകമാനമായ ഒരു ഭൂതകാല മതാവബോധം ശക്തിപ്പെട്ട് വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഘട്ടത്തിലാണ് 19-ാം നൂറ്റാണ്ട് അവസാനവും 20-ാം നൂറ്റാണ്ടുമായിട്ട് നമ്മുടെ ദേശീയവാദം വികസിച്ചു വരുന്നത്. ദേശീയവാദ വികാസത്തിൻ്റെ ഘട്ടത്തിലാണ് ദേശീയവാദം അതിൻ്റെ ഒരു ചരിത്രധാരണ ഉണ്ടാക്കുന്നത്. ഈ ചരിത്രം എന്ന ജ്ഞാനവിഷയത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാന പ്രശ്നം അതെപ്പോഴും ഒരു രാഷ്ട്രത്തെ മുൻനിർത്തിയാണല്ലോ ഉണ്ടാവുക. ആധുനിക ചരിത്രം എന്ന് പറയുന്നത് രാഷ്ട്രങ്ങളുടെ ചരിത്രമാണ്, ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രമാണ്. ജർമ്മനിയുടെ ചരിത്രം, ഫ്രാൻസിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, അങ്ങനെയാണ് ചരിത്രത്തെ കാണുക. വാസ്തവത്തിൽ മനുഷ്യർ ജീവിക്കുന്നത് ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടും റഷ്യയും ഒന്നും ആയിട്ടല്ല, ഇതിനെല്ലാം ഇടയിൽ കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ചരിത്രം അങ്ങനെയല്ല അതിനെ കാണുക. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നാം ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഫ്രെയിമിനുള്ളിൽ നിലനിന്നതിന് ഒരു അടയാളവും നമുക്കില്ല. ഇപ്പോൾ ചിലരൊക്കെ, ഇപ്പോൾ റിച്ചാർഡ് ബട്ടനെ പോലുള്ള ഒരു ചരിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം സമീപകാലത്ത് ഞാൻ വായിച്ച വളരെ മനോഹരമായൊരു ഗ്രന്ഥം പേർഷ്യനേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധ്യേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തേക്കാൾ എത്രയോ പ്രബലവും സജീവവുമായിരുന്നു മധ്യേന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പേർഷ്യൻ സംസ്കാരം. കാരണം പേർഷ്യൻ ഭാഷ വഴി ബന്ധിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. മുഗൾ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യവും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 1000 മടങ്ങ് ബന്ധം അഫ്ഗാനിസ്ഥാനും പേർഷ്യയും ഇറാനും ഇറാഖും അടങ്ങുന്ന പ്രദേശങ്ങളുമായി മധ്യേന്ത്യയ്ക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ മധ്യേന്ത്യയുടെ ചരിത്രം ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ടെറിട്ടോറിയൽ ഫ്രെയിമിൽ നിന്നാണ് പഠിക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അപ്പുറത്തായി പോവും, നമ്മളിപ്പുറത്തും ആവും. ചരിത്രത്തിൽ പ്രവർത്തിച്ച യഥാർത്ഥ ബലങ്ങളെയൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ കൊണ്ട് വകഞ്ഞു മാറ്റി അതിനുള്ളിൽ കൃത്രിമമായൊരു ചരിത്രം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രബോധം ഉണ്ടാക്കുന്നത്. എറിക് ഹോബ്സ്ബോം പറയുന്നുണ്ട്, തെറ്റായൊരു ചരിത്രബോധം ഇല്ലാതെ രാഷ്ട്രം ഉണ്ടാവില്ല എന്ന്. ഹോബ്സ്ബോമിൻ്റെ മനോഹരമായൊരു പ്രസ്താവനയാണ്. തെറ്റായ ഒരു ചരിത്രമില്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് നിങ്ങൾ പറയുന്നു, ഇത് ചരിത്രത്തിൽ കൂട്ടിയാൽ കൂടണ ഒരു സാധനമല്ലല്ലോ. കാരണം ഏതിനെയാണ് നിങ്ങൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്? 75 കൊല്ലം മുമ്പുണ്ടായ അതിർത്തിയെയാണോ, അതോ ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ വികാസ ചരിത്രത്തെയാണോ? അങ്ങനെ ചരിത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 75 കൊല്ലത്തിന് മുമ്പ് ഇൻഡസ് വാലി ഇന്ത്യയിലാണ്, സിന്ധു നദീതട ഇന്ത്യയിലാണ്.
ഇന്നിപ്പോൾ സിന്ധു നദിയുടെ ഇന്ത്യയിലല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ദേശീയ ഗാനത്തിൽ ഇന്ത്യയിലില്ലാത്തൊരു സ്ഥലമുണ്ട്. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ. സിന്ധു പാകിസ്ഥാനിലാണ്. സംഖ്യകൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദേശീയഗാനം മാറ്റും. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ. മഹാഭാരതത്തിലെ ഗാന്ധാരി പുറപ്പെട്ടത് ഖണ്ഡഹാറിൽ നിന്നാണ്. ഗാന്ധാരം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ്. അവിടുത്തെ താലിബാൻകാർ വെടിവെച്ച് പൊട്ടിച്ച് കളഞ്ഞതാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ. അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമുള്ളത് ഇന്ത്യയിലൊന്നുമല്ല, കംബോഡിയയിലാണ്. രാമൻ ജനിച്ചു എന്ന് പറയുന്ന അയോധ്യ ഉണ്ടല്ലോ, അത് തായ്ലൻഡിലുണ്ട്. ഇതുണ്ട്. രാമായണ പാരമ്പര്യം ഏറ്റവും ശക്തമായിട്ടുള്ളത് ഒന്ന് ഇന്തോനേഷ്യയിലാണ്. മഹാഭാരതം തോൽപ്പാവക്കൂത്തായിട്ട് ഇന്ത്യയിലില്ല, പക്ഷേ ഇന്തോനേഷ്യയിലുണ്ട്. വയാങ്കലിത്ത് എന്ന പേര്. എന്തിനെയാണ് നിങ്ങൾ ഈ രാജ്യം എന്ന് കാണുക? 75 കൊല്ലം മുമ്പുണ്ടായ അതിർത്തിയാണോ, അതോ അതിന് കുറച്ച് കാലം മുമ്പുണ്ടായ അതിർത്തിയാണ്? ഞാനതാ പറയുന്നത്, മനുഷ്യവംശം എന്ന് പറയുന്നത് എത്ര വലിയ പങ്കുവയ്പ്പിലൂടെയാണ് ഉണ്ടാകുന്നത്. ഈ പങ്കുവയ്പ്പുകളെ ഈ രാഷ്ട്രത്തിൻ്റെ അതിർത്തി കൊണ്ട് നിർവചിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ടാഗോറിനെ പോലെ ഒരു വലിയ മനുഷ്യൻ, നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ തകരാറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ എന്നല്ല ഞാൻ പറയുന്നത്, ടാഗോറിനെ കുറിച്ച് നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം, അദ്ദേഹത്തെ ഒരു വലിയ ദാർശനികനായിട്ടും രാഷ്ട്രീയ ചിന്തകനായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ഒരു കവിയായിട്ടും കഥാകൃത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ ആ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തകന്മാരിൽ ഒരാൾ ടാഗോറാണ്. ദേശീയത ലോകത്തെ വിമോചകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഹൈലി എമാൻസിപ്പേറ്ററിയാണ് ദേശീയത എന്ന് കരുതിയ കാലത്ത് ദേശീയതയുടെ അപകടം വിളിച്ചു പറഞ്ഞ ഒരാളാണ് ടാഗോർ. കേരളത്തിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. മൂപ്പർക്കും ഭ്രാന്തായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി എഴുതിയൊരു മനോഹരമായ വാക്യമുണ്ട്, ദേശീയമായ മിഥ്യാഭിമാനത്തിൻ്റെ തകരച്ചെണ്ടകൾ ഉയർന്നു കേൾക്കാത്തൊരു കാലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചരിത്രാന്വേഷണത്തിൽ ഏർപ്പെടുന്നതെന്ന്. മനോഹരമായ വാക്യമാണ്, ദേശീയമായ മിഥ്യാഭിമാനത്തിൻ്റെ തകരച്ചെണ്ട. ടാഗോർ 1920-കളിലൊക്കെ എഴുതി, നാഷണലിസം ഈസ് എ ഡിസീസ്, ഇറ്റ് ഈസ് എ മെനസ്, ഇറ്റ് ഈസ് ദ പാർട്ടിക്കുലർ തിങ് വിച്ച് ലൈസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ. ഗംഭീര വാക്യമാണ്. രാജ്യസ്നേഹമൊന്നും എൻ്റെ ആത്മീയ അഭയമല്ല. മൈ റെഫ്യൂജ് ഈസ് ഹ്യൂമാനിറ്റി. എൻ്റെ അഭയം മനുഷ്യവംശം. ഐ വിൽ നോട്ട് അലൗ പാട്രിയോട്ടിസം ടു ട്രയംഫ് ഓവർ ഹ്യൂമാനിറ്റി ആസ് ലോങ് ആസ് ഐ ലീവ്. മനുഷ്യസ്നേഹത്തിന് മുകളിൽ രാജ്യസ്നേഹം ഉയർന്നു വരാനായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു പാരമ്പര്യമുണ്ട്. അത് ഞാൻ പറയുന്നത് അതൊരു വെറുതെ ഒരു ആലങ്കാരിക പ്രസ്താവനയല്ല. കാരണം നിങ്ങളുടെ രാജ്യസ്നേഹം കൊണ്ടോ അതിർത്തി കൊണ്ടോ നിർവചിക്കാവുന്നതോ നിർണയിക്കാവുന്നതോ അല്ല ഈ രാജ്യത്തിൻ്റെ ഭൂതകാലം. അത് അതിർത്തികൾക്കെല്ലാം കുറുകെ പോവുകയും വരികയും കൂടിക്കലരുകയും ഒക്കെ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ആ കലർപ്പുകളുടെ ചരിത്രത്തിന് മുകളിലേക്ക് മതപരമായ സംജ്ഞകളെ അടിച്ചേൽപ്പിക്കുകയും മതപരമായി സത്താവൽക്കരിക്കുകയും മതമാണ് ചരിത്രത്തിൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനമായി തീർന്നത് എന്ന് വാദിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കൊളോണിയൽ ചരിത്രവിജ്ഞാനം ഒരു ഭാഗത്തുണ്ടാക്കിയത്. അതിന് മറ്റൊരു നിലയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പൗരസ്ത്യവാദികളുണ്ടായത്. പൗരസ്ത്യവാദികൾ ഇന്ത്യക്ക് മുകളിൽ ചൊരിഞ്ഞ ഭൂതകാല മഹത്വവാഞ്ചയെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഏറ്റെടുത്തു. അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട്, ഒരു തരത്തിലൊരു സ്ട്രാറ്റജിക്കാണ്. പക്ഷെ അത് വളരെ വില കൊടുക്കേണ്ടി വന്നൊരു കാര്യമാണ്. കാരണം ഇന്ത്യക്ക് ചരിത്രമില്ല, ഇന്ത്യക്ക് ഭൂതകാലമില്ല, ഇന്ത്യക്ക് ചരിത്രത്തിൻ്റെ മഹിമയില്ല എന്ന ഹിന്ദുത്വവാദികളുടെ സാമ്രാജ്യത്വവാദികളുടെ അധിക്ഷേപത്തിന് മറുപടിയായിട്ട് പൗരസ്ത്യവാദികളായ ചരിത്രപണ്ഡിതന്മാർ ഇന്ത്യക്ക് മേൽ ചൊരിഞ്ഞ പ്രശംസകളെ അതേപടി ഏറ്റെടുക്കുകയും അത് ഇന്ത്യയുടെ ഭൂതകാലമാണ് എന്ന് വാദിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് ഇന്ത്യയിലെ ദേശീയവാദികൾ എടുത്തു. 19-ാം നൂറ്റാണ്ട് അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ട് വലിയൊരു കൂട്ടം ചരിത്രപണ്ഡിതന്മാർ ഇന്ത്യ ചരിത്രരചനയിൽ വരുന്നുണ്ട്. അവരെയാണ് നമ്മൾ നാഷണൽ ഹിസ്റ്റോറിയൻസ് എന്ന് വിളിക്കുന്നത്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി വികസിച്ചു വരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാന ഊന്നൽ ബ്രിട്ടനെതിരാണ്. ബ്രിട്ടൻ ഇന്ത്യക്ക് ചരിത്രമില്ല എന്ന് പറയുന്ന സമയത്ത് അവർ ഓരോന്നായിട്ട് കണ്ടെടുത്ത് ഇന്ത്യയുടെ ചരിത്രം ഇതാണ് എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാൻ 2-3 ഞാനതിൻ്റെ മെത്തഡോളജിക്കൽ ഇഷ്യൂസിലേക്ക് അധികം പോവുകയല്ല, ഒരു കാര്യം മാത്രം പറയാം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ദേശീയവാദ ചരിത്രരചനയുടെ അടിസ്ഥാന സ്രോതസ്സായി റിസോഴ്സ് മെറ്റീരിയലായി അവർ മിക്കവാറും ആശ്രയിച്ചത് ലിറ്റററി എവിഡൻസസാണ്, സാഹിത്യ പരാമർശങ്ങളാണ്. സാഹിത്യ പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? സംസ്കൃത പരാമർശങ്ങളാണ്.
അങ്ങനെ സംസ്കൃത സാഹിത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അടിസ്ഥാന സ്രോതസ്സായിട്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെ സങ്കല്പിച്ചതോടെ രാമായണ മഹാഭാരതങ്ങളൊക്കെ ചരിത്രമാവാൻ തുടങ്ങി. അതിൽ പറയുന്ന ഐതിഹ്യങ്ങളൊക്കെ ഭൂതകാലത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണങ്ങളാണ് എന്ന് സങ്കല്പിക്കപ്പെടാൻ തുടങ്ങി. എന്നു മാത്രമല്ല, ഇതര പാരമ്പര്യങ്ങളൊക്കെ ചരിത്രാഖ്യാനത്തിന് പുറത്താവുകയും ചെയ്തു. തദ്ദേശീയ പാരമ്പര്യങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, ജീവിതക്രമങ്ങൾ, ഇതൊന്നും ഈ സോഴ്സിൽ വരില്ലല്ലോ. ഈ സോഴ്സിൽ വരാണ്ടായി. ഇവൻ ദക്ഷിണേന്ത്യൻ ട്രഡീഷൻ പോലും വന്നില്ല. സംഘം കൃതികൾ പോലും റോമില ഥാപ്പർ അതേക്കുറിച്ച് പറയുന്നുണ്ട്. വടക്ക് നിന്ന് തെക്കോട്ട് പടയോട്ടം നടത്തിയ കാഞ്ചീപുരം വരെ വന്നുപോയ സമുദ്രഗുപ്തനെക്കുറിച്ച് നമ്മുടെ ചരിത്രകൃതികൾ എത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മദ്രാസിൽ നിന്ന് തമിഴകത്ത് നിന്ന് പടയോട്ടം നടത്തി ഗംഗാതടം വരെ പോയി തിരിച്ചു വന്ന ചോളനെക്കുറിച്ച് ഒരു വാക്ക് കിട്ടിയാലായി. മറ്റത് പേജുകൾ കണക്കിനുണ്ടാവും. അതേ പണി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ച ആളാണ് ഈ ചോളൻ. പക്ഷേ അത് നമുക്കുണ്ടാവില്ല. ഗംഗൈ കൊണ്ട ചോളപുരം. അങ്ങനെ വാസ്തവത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ നിലയിൽ അത്യന്തം മതാത്മകമായ ഒന്നുകൂടിയായിട്ടാണ് ദേശീയവാദ ചരിത്രം വികസിച്ചു വന്നത്. ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് അവരും ഏറ്റെടുത്തു. കാരണം ബ്രിട്ടീഷ് വിരുദ്ധമാണ്. ബ്രിട്ടൻ ഇന്ത്യക്ക് ഇപ്പം ബാലഗംഗാധര തിലകൻ പറയുന്ന രസമുള്ളൊരു കമൻ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു. 1905 അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ഒറിയോൺ ദ ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ്. അദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യന്മാർ ഇന്ത്യയിലാണ് ഉടലെടുത്തത് എന്നുള്ള വാദമാണ് അദ്ദേഹം. ആര്യന്മാരുടെ ജന്മഗൃഹം ഇന്ത്യയാണ്, അല്ലാതെ ഇന്ത്യയിലേക്ക് വന്നതല്ല. ഇവിടെ ഉണ്ടായിട്ട് ലോകത്തേക്ക് പോയി എന്നുള്ള യുക്തിയാണ് മൂപ്പര് മുമ്പോട്ട് വയ്ക്കുന്നത്. അവൻ്റെ പ്രശ്നം കഴിഞ്ഞല്ലോ, കുടിയേറ്റം എന്നുള്ള പ്രശ്നം അവസാനിച്ചല്ലോ. മറിച്ച് ഇവിടെ ഉണ്ടായതാണ്. അതൊരു സുഖേടാണ് കേട്ടോ. ലോകത്തുള്ളതെല്ലാം ഇവിടെ ഉണ്ടായതാണെന്ന് പറയും. അതിനൊന്നൊരു പരിഹാരമില്ല. വാസ്തവത്തിൽ ഓർക്കേണ്ട കാര്യം, ലോകത്തുള്ള ഒന്നും എവിടെയും ഉണ്ടായതല്ല. ഇങ്ങനെ കലർന്ന് കേസരിയുടെ മനോഹരമായൊരു വാക്യമുണ്ട്, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് പല കടവുകളിലും അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും. നിങ്ങളുടെ കടവിലേക്ക് മാത്രമായിട്ടൊരു വഞ്ചിയും പുറപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കടവിൽ മാത്രമായിട്ട് ഒന്നും അവസാനിച്ചിട്ട് പലയിടങ്ങളിൽ അടുത്തു. അവിടെ നിന്നൊക്കെ ആൾ കയറി, അവിടെയൊക്കെ പലരിറങ്ങി, ഇവിടെയും വന്നു, ഇവിടെയും ഇറങ്ങി, ഇവിടെ നിന്നും ചിലർ കയറി, അങ്ങനെ പോകുന്നു. ഇതേ ഉള്ളൂ. അയ്യോ എന്നുള്ള വാക്ക് ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുണ്ട്. അയ്യോ എന്നുള്ള വാക്ക്. ഈ അയ്യോ അയ്യനാണ്. അയ്യൻ ബുദ്ധനാകാം. അങ്ങനെ നോക്കിയാൽ എന്ത് രസമുള്ള സഞ്ചാര ചരിത്രങ്ങളാണ് ഇതെല്ലാം. അത് തിരിച്ചറിയുന്നതിന് പകരം നമ്മുടെ പഞ്ചായത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് വാദിച്ചുറപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈ തനിമാവാദം എന്ന് പറയുന്നത്. വിജയമാഷ് പണ്ട് പറയും, അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചതെന്ന് കരുതാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എപ്പോൾ വരെ എന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ. നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം. അപ്പം നിങ്ങളാണ് കേമം എന്നൊരു തോന്നൽ വരും. അൽപ്പുറം പോയി നോക്കിയാൽ ഈ പ്രശ്നം അവസാനിക്കും. കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ചത് ശ്രീകൃഷ്ണൻ മാത്രമല്ല, കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ചത് അഖിലസാണ്. യവന നായകനാണ് അഖിലസ് ഹീൽ. യമുനയെ വഴിമാറ്റിവിട്ട ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു വിട്ട ഒരു ഹെർക്കുലീസ് ഉണ്ട്. മകനെ ഉളിയെറിഞ്ഞു കൊന്ന ഒരു ആശാരി പ്രാചീന ഗ്രീസിലുണ്ട്. ഉച്ചവരെ കല്ലുരുട്ടി മുകളിൽ കയറ്റി ഉച്ചയ്ക്ക് താഴേക്ക് ഉരുട്ടി വിടുന്ന ഭ്രാന്തനെ പോലെ വേറൊരു ഭ്രാന്തൻ യവനപുരാണത്തിലുണ്ട്. അയാളുടെ പേര് സിസിഫിസ് എന്നാണ്. അതുകൊണ്ട് ഇതൊന്നും ആരുടെയെങ്കിലും അല്ല. നിങ്ങളുടെ ദൈവങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനുഷ്യവംശം പല മുദ്രകൾ പതിഞ്ഞ് അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഏത് ദൈവത്തിലും. ഇന്ത്യയിലുണ്ടായിരുന്ന സൂര്യാരാധന പേർഷ്യയിലേക്ക് വ്യാപിച്ച് ഇൻഡോ പേർഷ്യൻ ആരാധനാ പാരമ്പര്യമായ സൂര്യോത്സവം, ആ പേർഷ്യൻ പാരമ്പര്യത്തെ റോമക്കാർ കീഴടക്കുന്നു. റോമിലേക്ക് സൂര്യോത്സവം വ്യാപിക്കുന്നു. റോം ക്രിസ്തുമതം സ്വീകരിക്കുന്നു AD 4-ാം നൂറ്റാണ്ടിൽ. അന്ന് പ്രബലമായിരുന്ന സൂര്യോത്സവത്തിൻ്റെ ദിവസത്തെ ക്രിസ്തുവിൻ്റെ ജന്മദിവസമായി സ്വീകരിക്കുന്നു. അങ്ങനെ ക്രിസ്തുമസ് എന്ന ദിവസം ഉണ്ടാകുന്നു. ക്രിസ്തു ജനിച്ച ദിവസമൊന്നുമല്ല കേട്ടോ ഈ ക്രിസ്തുമസ്. മറിച്ച് അത് ഈ സൂര്യോത്സവത്തിൻ്റെ അയന സംക്രമത്തിൻ്റെ, ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കുള്ള സൂര്യൻ്റെ അയന സംക്രമത്തെ പ്രാചീന ഇന്ത്യക്കാരും പേർഷ്യക്കാരും സൂര്യോത്സവമായി ആഘോഷിച്ചിരുന്നത്. പേർഷ്യൻ പ്രദേശങ്ങൾ റോമിൻ്റെ കീഴിൽ വന്നപ്പോൾ റോമിലേക്ക് ഈ സൂര്യോത്സവം പകരുകയും റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അത് ക്രിസ്തുമതത്തിൻ്റെ ക്രൈസ്തവ ദിനമായി തീരുകയും അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആയിട്ട് വരികയും ചെയ്തു. ഒരു വൃത്തം പൂർത്തിയായി. ഈ പങ്കുവയ്പ്പാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം. അല്ലാതെ നിങ്ങളുടെ ഉത്സവം നിങ്ങളുടെ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഉത്സവം മനുഷ്യവംശത്തിൻ്റെ ഉത്സവമാണ്.
ഏതുത്സവത്തിൽ ഈ പങ്കുവയ്പ്പുണ്ടാകും, ഏത് ഭക്ഷണത്തിലും ഉണ്ടാകും. ഇപ്പോൾ കേരളീയ സദ്യ എന്ന് പറയുന്നു. ഇവിടേക്ക് വന്ന വിഭവങ്ങളൊക്കെ മാറ്റി വെച്ച് നോക്കും, മിക്കവാറും ഇല മാത്രം ബാക്കിയുണ്ടാവും. തമിഴകത്ത് നിന്നും വിന്ധ്യ മേഖലയിൽ നിന്നും ചൈനക്കാരിൽ നിന്നും അറബികളിൽ നിന്നും വന്ന വിഭവങ്ങളൊക്കെ നിങ്ങൾ ഒഴിച്ചു നോക്കൂ. എന്നിട്ട് കേരളീയ സദ്യയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ പറ്റില്ല, പട്ടിണി കിടന്ന് മരിച്ചു പോകും. പണ്ട് റെയിൽവേയെക്കുറിച്ച് പറയുന്നൊരു ഫലമുണ്ട്. ഒരാൾ റെയിൽവേയിൽ തീവണ്ടിക്ക് തലവെച്ച് മരിക്കാൻ തീരുമാനിച്ചു, രാത്രി പോയി കിടന്നു, പിന്നെ അയാൾ പട്ടിണി കിടന്ന് മരിച്ചുപോയി എന്നാണ്, വണ്ടി വന്നില്ല എന്നതുപോലെ. അതുകൊണ്ട് ഈ തനിമ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ഒരർത്ഥവുമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ മനുഷ്യരങ്ങനെ തങ്ങളുടെ ഭൂതകാലത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കും. കാരണം ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടോ തങ്ങളെ തന്നെ ഒന്നുറപ്പിച്ച് നിർത്താനോ തങ്ങളുടെ തന്നെ ബലത്തെ ഒന്ന് സ്ഥാപിച്ചെടുക്കാനോ ഒക്കെ ചെയ്യും. ഇപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീൻ 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതുന്നു. പോർച്ചുഗീസുകാർ വരികയും മുസ്ലിം ഐഡൻറ്റിറ്റി വലിയ തോതിൽ ചലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ സ്വത്വത്തെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കാനൊക്കെ ചില ഘട്ടങ്ങളിൽ ശ്രമമുണ്ടാകും, അതിന് ചില ന്യായങ്ങളുമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം അതിൽ സത്യമുണ്ടെന്നും അതാണ് അന്തിമ സത്യമെന്നൊന്നും പറയരുത്. സത്യം ഭൂതകാലത്തെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സത്യമേ ഉള്ളൂ. അത് ഭൂതകാലം എന്നതൊരു കലർപ്പിൻ്റെ പേരാണ് എന്ന്, ഒരു പങ്കുവയ്പ്പാണ്, ഒരു കൂടിക്കലറിലാണ്. അത് വാക്കാവട്ടെ, ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, ഭാഷയാകട്ടെ, വിചാരക്രമങ്ങളാവട്ടെ, ദൈവമാകട്ടെ, ഇതൊക്കെ പങ്കുവയ്പ്പാണ്. ഈ പങ്കുവയ്പ്പിനെ തകർക്കലാണ് വാസ്തവത്തിൽ മതരാഷ്ട്രവാദം പൊതുവിൽ ചെയ്യുന്നത്. കാരണം എല്ലാ മതരാഷ്ട്രവാദങ്ങൾക്കുള്ള ഒരടിസ്ഥാന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു കൂട്ടുകലർപ്പില്ല എന്ന് പറയലാണ്. ഞങ്ങൾ സമ്പൂർണ്ണ ശുദ്ധരാണ്, നിങ്ങൾ അശുദ്ധരാണ് എന്ന് പറയലാണ് എല്ലാത്തിലും. ഇത് ദേശീയവാദ ചരിത്രത്തിലും വന്നു. ഞാനതിൻ്റെ ധാരാളം വിശദാംശങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയും ഓറിയൻ്റലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയും ചേർന്ന് രൂപപ്പെടുത്തിയ പാരമ്പര്യബോധത്തെ സ്വാംശീകരിച്ച് ഇന്ത്യയുടെ ഭൂതകാലത്തെ അങ്ങനെ ഒരു പരിവേഷത്തിനുള്ളിൽ അവതരിപ്പിച്ചുകൊണ്ട് മഹത്വപൂർണമായ ഒരു ഭൂതകാലം, സുവർണയുഗം ഇന്ത്യക്കുണ്ടായിരുന്നു, അത് മധ്യകാല ഇസ്ലാമിൻ്റെ ആക്രമണങ്ങൾ കൊണ്ടാണ് ഇല്ലാതായത് എന്നൊരു നരേറ്റീവ് നമ്മുടെ ദേശീയവാദ ചരിത്രകാരന്മാർ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇതിനെ ആദ്യം പ്രതിരോധിക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ആളുകളിലൊരാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രാധാന്യം, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഈ ഹിന്ദുത്വപരമായ ഉള്ളടക്കത്തെ ചെറുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളായിരുന്നു ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യ. താരാചന്ദിനെ പോലെ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മുഹമ്മദ് ഹബീബിനെ പോലെ ചിലരൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നെഹ്റു അടക്കം ശ്രമിച്ചിട്ടും വിജയിച്ചില്ല. ഇത് വിജയിച്ചത് മറ്റേ നെഗറ്റീവാണ്. അതുകൊണ്ട് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഗ്ലോറിഫൈ ചെയ്യുക, മധ്യകാലത്തെ മതഭ്രാന്തമായ ഇസ്ലാമിക ആക്രമണങ്ങളായി കാണുക. ഇന്ത്യയുടെ മതപാരമ്പര്യം എന്ന് പറയുന്നത് സംഘർഷങ്ങളുടെ പാരമ്പര്യമാണ്. ഞാൻ ഒരു കൗതുകമുള്ള ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് അലി ജിന്ന 1940-കളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകളായി രണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിത്യസംഘർഷത്തിലായിരുന്നു എന്ന് പാകിസ്ഥാൻ വാദം ഉയർത്തുന്ന സമയത്ത് ജിന്ന പറയുന്നുണ്ട്. ഇതേ വാദം നിങ്ങൾ കാണുന്നത് യുഗങ്ങൾ തോറും, സഹസ്രാബ്ദങ്ങൾ തോറും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു എന്ന പ്രസ്താവന നിങ്ങൾക്ക് സവർക്കറുടെ ഹിന്ദുത്വ എന്ന ടെക്സ്റ്റിൽ കാണാം. ഇന്ത്യയിലെ ദേശീയ ചരിത്രകാരനായ R.C. മജുംദാർ അദ്ദേഹം എഴുതിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നോക്കിയാൽ 7 നൂറ്റാണ്ട് കാലത്തെ ഒത്തൊരുമിച്ചുള്ള ജീവിതം കൊണ്ട് ഏകീകൃതമായൊരു പാരമ്പര്യമാണ് ഹിന്ദുക്കളുടേതും മുസ്ലിങ്ങളുടേതുമെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. പരസ്പര ലയനം എന്നല്ല, പരസ്പര സഹകരണം പോലും സാധ്യമല്ലാത്ത വിഭാഗങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നെഴുതുന്നത് R.C. മജുംദാറാണ്. ഭാരതീയ വിദ്യാഭവൻ എഴുതിയ പ്രസിദ്ധീകരിച്ച അനവധി വാള്യങ്ങളുള്ള ഇന്ത്യയുടെ സംസ്കാരത്തെയും നാഗരികതയെയും കുറിച്ചുള്ള ബൃഹത് ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് മറയില്ലാതെ എഴുതിയിട്ടുണ്ട്. മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് എത്ര സമൃദ്ധമായ കാലാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ 2 പാരമ്പര്യങ്ങൾ, ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം ഉണ്ടാകുന്നത് മധ്യകാലത്താണ്. മലയാളമടക്കമുള്ള പ്രാദേശിക ഭാഷകൾ വികസിക്കുന്നത് മറാത്തി, ബംഗാളി, തെലുങ്ക്, കന്നഡം, ഒറിയ ഇതെല്ലാം വികസിക്കുന്നത് ഈ മധ്യകാലത്താണ്. ഭക്തിപ്രസ്ഥാനം ഉണ്ടായി വരുന്നു. സരളദാസൻ അല്ലെങ്കിൽ തുക്കാറാം, നാമദേവൻ, എഴുത്തച്ഛൻ, പൂന്താനം, മേൽപ്പത്തൂര്,
നൂറുകണക്കിന് കവികളുണ്ടാകുന്നു, സംഗീതം ഉണ്ടാകുന്നു, ശില്പപാരമ്പര്യം ഉണ്ടാകുന്നു, ചിത്രപാരമ്പര്യങ്ങൾ ഉണ്ടാകുന്നു, വാസ്തുപാരമ്പര്യങ്ങളുണ്ടാകുന്നു, ഭാഷകൾ വികസിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഈ 12-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. ഈ കാലത്തെയാണ് പക്ഷേ ഇസ്ലാമിക അധിനിവേശം, മതഭ്രാന്ത യുദ്ധങ്ങളുടെ കാലം, പാരമ്പര്യത്തിൻ്റെ തകർച്ചയുടെ കാലം. മധ്യകാലം ജന്മം നൽകിയ ഈ പാരമ്പര്യങ്ങളെ മൊത്തം നിങ്ങൾ മാറ്റിവെക്കൂ, ഇന്ത്യയിൽ ബാക്കി എന്തുണ്ടാവും? ഇന്ന് ഇന്ത്യൻ ട്രഡീഷൻ എന്ന് നിങ്ങൾ പറയുന്നതിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ഉത്ഭവ സന്ദർഭം മധ്യകാലമാണ്. ഈ മധ്യകാലത്തെയാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാർ ഇസ്ലാമിക് ഇൻവേഷൻ അവതരിപ്പിക്കുകയും ദേശീയവാദ ചരിത്രകാരന്മാർ ഏറ്റെടുക്കുകയും ചെയ്തത്. നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു ചരിത്രാഖ്യാനം പക്ഷേ മതപരമാണെന്നും അത് ഇന്ത്യയുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ചേർന്നു പോകുന്നതല്ല എന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ പൊതുബോധത്തിലേക്ക് എത്തിയില്ല. മറിച്ച് ദേശീയ പ്രസ്ഥാനം പടിപടിയായി വികസിപ്പിച്ചു കൊണ്ടുവന്ന കൊളോണിയൽ ഫ്രെയിംവർക്കിനെയും ഓറിയൻ്റലിസത്തെയും പല നിലയിൽ സംയോജിപ്പിച്ച ഒരു മതാത്മക ഭൂതകാല ധാരണയാണ് ഇന്ത്യ ചരിത്രം എന്ന നിലയിൽ പൊതുബോധത്തിൽ വേരുപിടിച്ചത്. 1960-കൾ മുതൽ അതിനെ തിരുത്താനായിട്ട് പല നിലയിലുള്ള പരിശ്രമങ്ങൾ ഇന്ത്യയിൽ വലിയ ചരിത്രകാരന്മാർ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊസാംബി പറയുന്നുണ്ട്, രാജാവിൻ്റെ പേരെന്ത് എന്നതല്ല, മറിച്ച് രാജാവിൻ്റെ കാലത്ത് ജനങ്ങൾ കലപ്പ ഉപയോഗിച്ചിരുന്നോ എന്നതാണ് ചരിത്രത്തിലെ പ്രധാന ചോദ്യം എന്ന് കൊസാംബിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല ആലോചനകളും അന്വേഷണങ്ങളും നടന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആലോചനകളും അന്വേഷണങ്ങളും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള പൊതുധാരണയ്ക്കുമിടയിൽ അതിഭീമമായൊരു വിടവുണ്ട്. ആ വിടവാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ മൂലധനം. ആ വിടവിന് മുകളിൽ അവരവസാനം ഉണ്ടാക്കുന്ന ചില ഭ്രാന്തൻ കൽപ്പനകളാണ് ഈ തേജോ മഹാലയം മുതലായതൊക്കെ ആയിട്ട് വരുന്നത്. വാസ്തവത്തിൽ പ്രശ്നം അതല്ല. പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ മിശ്ര സ്വഭാവത്തെ, അതിലെ പങ്കുവയ്പ്പുകളെ, കലർപ്പുകളെ, വ്യത്യസ്ത ധാരകളുടെ രൂപപ്പെടലിനെ, അതിനെ എങ്ങനെയാണ് കൊളോണിയലിസം അട്ടിമറിച്ചത് എന്നതിനെ ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ചരിത്രാപനിർമ്മിതിക്കെതിരെ നമുക്ക് ഒരു യഥാർത്ഥ സമരമുഖം തുറക്കാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്ന് ഹിന്ദുത്വം അതിൻ്റെ ഭൂതകാലമായി, അതിൻ്റെ സ്വന്തം ചരിത്രധാരണയായി കൊണ്ടു നടക്കുന്നത് മിക്കവാറും കൊളോണിയൽ ധാരണകളാണ്. അതുകൂടി ഓർക്കണം. കൊളോണിയലിസം, ഇപ്പോൾ മലബാർ കലാപം മതഭ്രാന്തമാണ് എന്ന് പറയുന്നത് ആരാണ്? പറഞ്ഞു തുടങ്ങിയത് ആരാണ്? അത് കൊളോണിയൽ പണ്ഡിതന്മാരാണ്. അവരുണ്ടാക്കിയൊരു നെറേറ്റീവാണത്. അതിൽ വില്യം ലോഗനെ പോലെ വിവേകമുള്ള ഒരാൾ മാത്രം അന്നേ പറയുന്നുണ്ട്, ഇത് മതഭ്രാന്തിൻ്റെ പ്രശ്നമല്ല, ഭൂനിയമത്തിൽ നിങ്ങൾ വരുത്തിയ മാറ്റമാണ് ഈ സംഘർഷങ്ങളുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഭൂനിയമം മാറ്റുകയും കുടിയാന്മാർക്ക് ഭൂമിയിൽ അവകാശം ഉറപ്പാക്കുകയും ചെയ്താലേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്ന് ലോഗൻ പറയുന്നുണ്ട്. പക്ഷേ അക്കാലത്തെ ബുക്കാനടക്കമുള്ള എല്ലാവരും മറുവാദം വയ്ക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് സ്വീകരിക്കുകയും ചെയ്തു. ഈ വാദമാണല്ലോ ഹിന്ദുത്വം ഇന്ന് ഏറ്റെടുക്കുന്നത്. ഇതേ നിലയിൽ ഇസ്ലാമിക അധിനിവേശം എന്ന വാദം കൊണ്ടുവന്നത് കൊളോണിയലിസ്റ്റുകളാണ്. ഹിന്ദുത്വം ഏറ്റെടുക്കുന്നു. മധ്യകാലം മതസംഘർഷങ്ങളുടെ കാലമാണെന്ന് അവർ പറയുന്നു, ഹിന്ദുത്വം ഏറ്റെടുക്കുന്നു. ഇസ്ലാം കടന്നാക്രമണം മാത്രമേ നടത്തിയുള്ളൂ എന്ന് പറയുന്നു. 12-ാം നൂറ്റാണ്ട് മുതലുള്ള കാലം ഇസ്ലാമിക കാലമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ സാമ്രാജ്യത്വം ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുണ്ടാക്കിയ എല്ലാ നരേറ്റീവുകളെയും ആശ്രയിച്ചും അതിനെ ഉപയോഗപ്പെടുത്തിയും അതിനെ രാഷ്ട്രീയ മൂലധനമായി പരിഭാഷപ്പെടുത്തിക്കൊണ്ടുമാണ് ഹിന്ദുത്വം അതിൻ്റെ നരേറ്റീവ്സ് ഉണ്ടാക്കുന്നത്. നിർഭാഗ്യവശാൽ ഹിന്ദുത്വം ഉണ്ടാക്കുന്ന ഈ നരേറ്റീവിന് നമ്മുടെ ദേശീയതാ സങ്കല്പവുമായി പലതരത്തിലുള്ള കൂടിക്കലരലുകൾ ഉള്ളതുകൊണ്ട് അവരുടെ സവിശേഷ സ്വഭാവം ദേശീയ സ്വഭാവമാണ് എന്ന പരിവേഷം സൃഷ്ടിക്കാനായിട്ട് അവർക്ക് കഴിയുന്നു. ഇപ്പോൾ നോക്കൂ, വാഴ്ത്തപ്പെടാത്ത ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ കണ്ടെടുക്കുന്നു. ആരാണ് ഈ വാഴ്ത്തപ്പെടാത്ത പോരാളി? ഒരാൾ സവർക്കറാണ്. 11-12 തവണ മാപ്പപേക്ഷ എഴുതിയ ആളാണ്. മൂപ്പരിനി അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ സ്വാതന്ത്ര്യ സമര നായകനായിട്ട് വായും. ഗാന്ധി ഗൂഢാലോചന കേസിൽ 9-ാം പ്രതിയാണ്. ഗാന്ധി വധക്കേസ് അന്വേഷിച്ച കപൂർ കമ്മീഷൻ, ആ കേസിന് അന്വേഷണം നടത്തിയ അഗർവാല എന്ന് പറയുന്ന ബോംബെയിലെ SP, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, 3 പേരും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സവർക്കറുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണ് ഗാന്ധി വധത്തിൻ്റെ അടിസ്ഥാനം. ഈ 3 പേരും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സവർക്കർ പക്ഷേ ഇന്ന് പാർലമെൻറ്റിലുണ്ട്, പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലുണ്ട്, ഗാന്ധി ചിത്രത്തിൻ്റെ മറുപുറത്തുണ്ട്. ഇനി എപ്പോഴാണ് നോട്ടിൽ വരിക എന്ന് നോക്കിയാൽ മതി. നോക്കൂ, ഇങ്ങനെ വരികയാണ് അൺസങ് ഹീറോസ്. ആരാണ് വാഴ്ത്തപ്പെടാത്ത? പഴശ്ശി രാജാവാണോ സ്വാതന്ത്ര്യ സമരം?
താന്തിയാ തോപ്പിയാണോ സ്വാതന്ത്ര്യ സമരം? പഴശ്ശി രാജാവിൻ്റെയും താന്തിയാ തോപ്പിയുടെയും സ്വാതന്ത്ര്യ സങ്കല്പം എന്താണ്? ബ്രിട്ടീഷ് അധികാരത്തിൽ നിന്ന് തങ്ങളുടെ നാടുവാഴുത്ത അധികാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഞാനതിനെ കുറച്ച് കാണുന്നില്ല. അവർ നടത്തിയ സമരം വലുതാണ്. പക്ഷേ പഴശ്ശിയുടെ പ്രശ്നം ബ്രിട്ടീഷുകാരല്ല. പഴശ്ശിയുടെ പ്രശ്നം തൻ്റെ നാടുവാഴി അധികാരത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം അതല്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം പൂർണ്ണ സ്വരാജ് എന്നതാണ്. ഈ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന 1930 കോൺഗ്രസ് ലാഹോർ സമ്മേളനത്തിൽ അംഗീകരിച്ച ഈ ആശയത്തിൻ്റെ പൂർവ്വരൂപമാണ് പഴശ്ശി കലാപെന്നോ താന്തിയാ തോപ്പി എന്നോ പറഞ്ഞാൽ നിങ്ങൾ ചരിത്രത്തിലെ വലിയ വിച്ഛേദങ്ങളെ മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ കെ കേളപ്പൻ്റെ മുത്തച്ഛനാണ് പഴശ്ശി എന്ന് പറയാം. ഗാന്ധിയേക്കാൾ വലുതാണ് ഝാൻസി റാണി എന്ന് പറയും. അങ്ങനെയല്ല. അപ്പം ഞാൻ പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു പുതിയ നരേറ്റീവ് ഉണ്ടാവുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഹിന്ദുത്വം ഉണ്ടാക്കുന്ന ഒരു പുതിയ നരേറ്റീവ് എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരം ഒരു ധാരയല്ല, നിശ്ചയമായിട്ടും അല്ല, പല ധാരകളാണ്. അതിലൊരു ധാരയുടെ നേതാവായിരുന്നു ഗാന്ധിജി. മറ്റൊരു ധാര ഏതായിരുന്നു? മറ്റ് ധാരകളെ അവർ എണ്ണിയെടുക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ, സവർക്കർ. പുതിയൊരു തൃത്വം രൂപപ്പെടുന്നു. ഗാന്ധി ഒരു ഭാഗത്ത്, സുഭാഷും അംബേദ്കറും സവർക്കറും ചേർന്ന മറ്റൊരു ധാര മറുഭാഗത്ത്. ഗാന്ധിയുടെ അഹിംസാത്മകമായ സമരം, ഹിംസാത്മകവും സമരോത്സുകവുമായ മറ്റൊന്ന്. അംബേദ്കറെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസിന് ഭാരതം എന്ന സങ്കല്പം വരുന്നു. നമ്മുടെ ഭരണഘടനാ അസംബ്ലി ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. 11-ാം തീയതിയാണ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്, രാജേന്ദ്രപ്രസാദിനെ തിരഞ്ഞെടുത്തിട്ട് മൗലാന അബ്ദുൽ കലാം ആസാദും ആചാര്യ കൃപലാനിയും ചേർന്നാണ് സദസ്സിൽ നിന്ന് മറ്റേ സഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്, രാജേന്ദ്രപ്രസാദിനെ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഭരണഘടനാ അസംബ്ലിയിൽ 2 മുദ്രാവാക്യമാണ് ഉയർന്നത്. ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ്, 2 ജയ് ഹിന്ദാണ്. ഈ ഇൻകുലാബ് സിന്ദാബാദ് എഴുതിയതാരാന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഹസ്രത്ത് മൊഹാനിയ. മൗലാന ഹസ്രത്ത് മൊഹാനിയാണ് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാമി കുമാരാനന്ദോടൊപ്പം ചേർന്നിട്ട് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. കോൺഗ്രസ് അത് അംഗീകരിച്ചത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 30 ജനുവരി 26-നാണ് പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചത്. അതുകൊണ്ടാണ് 50 ജനുവരി 26 ആയത് റിപ്പബ്ലിക് ആവാൻ. ഭരണഘടന 1949 നവംബർ 26-ന് അംഗീകരിക്കപ്പെട്ടു. പിന്നെ 2 മാസം ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ കാരണം ഇതാ, 30 ജനുവരി 26-ന് 20-ാം വാർഷികത്തിലാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഈ മൊഹാനിയും സ്വാമി കുമാരാനന്ദയുമാണ്. സൈനുൽ അബ്ദുൻ എന്ന് പറയുന്ന INA-യുടെ മറ്റൊരു സഹയാത്രികനാണ് ജയ് ഹിന്ദ് ഉണ്ടാക്കിയത് ഈ സുഭാഷിൻ്റെ നിർദ്ദേശപ്രകാരം. അതല്ലാതെ വന്ദേമാതരം എന്നല്ല, ഭാരതമാതാ കി ജയ് എന്നുമല്ല, മറിച്ച് ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ്, ജയ് ഹിന്ദ് എന്നാണ്. ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇന്ത്യ എന്ന ആധുനിക ആശയം, അതിൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനം എന്നതിൻ്റെ അടയാളം കൂടി നിങ്ങൾക്ക് ഈ മുദ്രാവാക്യങ്ങളിൽ കാണാം. ഈ പാരമ്പര്യത്തെ മുഴുവൻ അട്ടിമറിക്കുന്നു. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ വരുന്നു. എന്താണെന്നറിയോ? 1949 നവംബർ 26-ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 26-ൻ്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കാം. കാരണം ജനുവരി 26-ന് ലാഹോർ സമ്മേളനത്തിൽ ദേശീയ പ്രസ്ഥാനം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ള പ്രമേയം പാസ്സാക്കി. ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അരികത്തെ കൂടി പോലും ഇവരാരും പോയിട്ടില്ല. അതുകൊണ്ട് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രപരമായ രാഷ്ട്രീയ ഉള്ളടക്കത്തെ മറച്ചു വയ്ക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്ന് പറയുന്ന പുതിയൊരു ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്ന് ജനുവരി 26 എന്ന് പറയുന്നതിൻ്റെ ചരിത്രപരമായ ഉള്ളടക്കത്തെ തമസ്കരിക്കുക. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ കയറി വരും. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേക്ക് എതിര് പറയല്ല. എന്തുകൊണ്ട് ഹിന്ദുത്വം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേക്ക് വേണ്ടി വരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഇവരുടെ പൂർവ്വസൂരികളൊക്കെ ഉണ്ട് കേട്ടോ. പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിക്കകത്ത് ഇന്ത്യയുടെ പേര് ചർച്ച ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഭാരതം, ഭാരതഖണ്ഡം, ആർഷഭാരതം, ഇങ്ങനെ പല പേരുകളാണ് പറഞ്ഞത്. അതെല്ലാം തള്ളിയിട്ടാണ് അംബേദ്കർ പറഞ്ഞ പേര് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷുഡ് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ന് നിങ്ങൾ ഈ അവസാനത്തെ ഭാഗത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ആലോചിക്കണം. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, യൂണിയനുകളുടെ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ. ഇന്നെന്താണ്? പാട്ടക്കുടിയന്മാരാണെന്നാണ് കരുതുന്നത് സംസ്ഥാനങ്ങൾ. ഭരണഘടന എന്ന് പറയുന്നത് വിഭാവനം ചെയ്തത് കേന്ദ്രത്തിൻ്റെ പാട്ടക്കുടിയാന്മാരായ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നുമല്ല, തുല്യാധികാര സ്ഥാനമുള്ളതാണ്. അങ്ങനെ എന്തെല്ലാം തകരുന്നു.
ഈ തകർച്ചയ്ക്കെല്ലാം ആധാരമായി ഹിന്ദുത്വം ചരിത്രത്തെ പല നിലയിൽ പുനർനിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ അസംബന്ധങ്ങളിലാണ് ഹിന്ദുത്വം അതിൻ്റെ രാഷ്ട്രീയ ബലം ഉറപ്പിക്കുന്നത് എന്നല്ല നമ്മൾ കരുതേണ്ടത്. മറിച്ച് ആ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്ത് അഗാധമായ ആഴമേറിയ ഒരു വഴിത്തിരിവ് വ്യാഖ്യാനം ഇന്ത്യാ ചരിത്ര വിജ്ഞാനത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് വീണ്ടെടുക്കുകയും നമ്മുടെ ബഹുമുഖമായ പാരമ്പര്യത്തെ, സാംസ്കാരിക വൈവിധ്യത്തെ, പങ്കുവയ്ക്കലിനെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഉണ്ടായ ഒരു വലിയ പാരമ്പര്യത്തെ, ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ദേശീയ ഭാഷയാവണമെന്ന് ഗാന്ധി ആഗ്രഹിച്ചതാണ്. കാരണം രണ്ട് മതങ്ങളുടെ ഭാഷകൾ തമ്മിൽ കലർന്നൊരു ദേശീയ ഭാഷ ഉണ്ടാവുക, ഇതൊക്കെ ഗാന്ധിയുടെ വലിയ സ്വപ്നങ്ങളായിരുന്നു. ഇതെല്ലാം തകർന്നിട്ട് ഇന്ന് ഹിന്ദിയാണ് ദേശീയ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധി അതിനെതിരായിരുന്നു. ഹിന്ദി അല്ല, ഹിന്ദുസ്ഥാനി. ഗോഡ്സെയുടെ ഷിംല കോടതിയിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ പറയുന്നുണ്ട്, ഞാൻ 2-3 കാരണങ്ങൾ കൊണ്ടാണ് ഗാന്ധിയെ കൊന്നത്. അതിൽ രണ്ടാമത്തെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഹിന്ദിക്ക് പകരം തന്തയില്ലാത്ത ഭാഷയായ ഹിന്ദുസ്ഥാനിക്ക് വേണ്ടി ഇയാൾ നിലക്കൊണ്ടുവന്നാണ്. എൻ്റെ വാക്കല്ല കേട്ടോ, ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നുള്ളത് ഗോഡ്സെയുടെ വാക്കാണ്. അങ്ങനെ ഇന്ത്യ എന്ന ഭാവനയുടെ അട്ടിമറിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഗാധമായ ചരിത്രബോധം ആർജിച്ചുകൊണ്ട് അതിനെ നമ്മുടെ സാമൂഹ്യബോധത്തിൻ്റെ അടിപ്പടവാക്കി മാറ്റുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആർജിക്കാനുള്ളൊരു പ്രേരണയായി ഈ ഓർമ്മകളൊക്കെ മാറിത്തീരുന്നു എന്നുള്ള ഒരു സന്തോഷം നിലനിൽക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ.